നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകരെയും ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അഡിനോമയോസിസ് ആൻഡ് ഫൈബ്രോയിഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്ന അതിഥി തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സ്വീറ്റിയാണ്. നമുക്ക് ഡോക്ടറെ പ്രോഗ്രാമിലോട്ട് വെൽക്കം ചെയ്യാം. ഡോക്ടർ സ്വാഗതം. അതുപോലെ തന്നെ ACV പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു 1 hour ഫോൺ ഇൻ ലൈവ് സെഷൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡിനോമയോസിസ് ആൻഡ് ഫൈബ്രോയിഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഈ ഒരു വിഷയത്തെ പറ്റി പ്രേക്ഷകർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിലോട്ട് ഡയൽ ചെയ്യുക, എത്രയും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് കടക്കാം അല്ലേ ഡോക്ടർ? So our topic is adenomyosis and fibroid medical treatments. അപ്പോൾ എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ഡോക്ടർ, എന്താണ് ഈ adenomyosis and fibroid ബേസിക് ഡിഫറൻസ്? രണ്ടും അഡിനോമയോസിസ് ഫൈബ്രോയിഡ് ഇത് രണ്ടും എല്ലാവരും ഓൾമോസ്റ്റ് ലേഡീസ് എല്ലാം കേട്ട് കാണും. സ്കാനുകളിൽ അവരുടെയൊക്കെ സ്കാനിൽ ഉണ്ടായിരുന്നിരിക്കും. ഗർഭപാത്രം എടുത്തു മാറ്റാനുള്ള 2 വലിയ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. ഇത് രണ്ടും യൂട്രസിൽ വരുന്ന 2 ഡിസീസസ് ആണ്. എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ 2 തരം ഡിസീസസ് ആണ്. എപ്പോഴും ഇത് അതും കൂടി ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു മിത്തുണ്ട്, ദാറ്റ് ഈസ് എ തെറ്റിച്ച ഒരു ധാരണ. എന്താ വെച്ചാൽ ഈ മുഴ അതാണ് ഫൈബ്രോയിഡ്. അത് കോമൺ മാൻസ് നെയിമാണ് ഫൈബ്രോയിഡ്. ആക്ച്വലി മെഡിക്കലി ഇറ്റ്സ് കോൾഡ് ലിയോമയോമ. ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ മയോമ എന്ന് പറയുമ്പോൾ തന്നെ അത് മസിൽ വന്നിട്ട് അനാവശ്യമായിട്ട് വളർന്ന ഒരു മുഴയാവുന്നു. ബട്ട് ഇറ്റ് ഡസൻ ടേൺ ഇൻ ടു ക്യാൻസർ. അത് ഒരു 0.02%, 0.1% പോലും ചാൻസസ് കുറവാണ്. അങ്ങനെ ക്യാൻസർ ആവുന്നതേ അല്ലത്, ഇരുന്ന് വലുതാവും. അതുകൊണ്ട് ആണ് അത് വേറെ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വലുതാവണത് ചിലപ്പം ഏത് ഡയറക്ഷനിലോട്ടാണെന്നുള്ളത് അനുസരിച്ചിട്ട് ആളുകൾക്ക് പ്രശ്നം വരാം. സോ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ മുഴയാണെന്നുള്ളത് ഓൾമോസ്റ്റ് 90% ലേമൻ സാധാരണ മനുഷ്യർക്ക് മെഡിക്കൽ ഇതില്ലെങ്കിൽ പോലും അറിയാം. ഫൈബ്രോയിഡ് എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിലെ മുഴ. അങ്ങനെ ചിലർ അതിനെ സിസ്റ്റ് എന്ന് പറയും. സിസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒരു ചെറിയ ബലൂൺ പോലത്തെ ഒരു സാധനമാണ്. അത് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ഡാശയത്തിലേ വരുള്ളൂ. സോ യൂഷ്വലി കട്ടിയുള്ള മുഴകളാണ് യൂട്രസിൽ വരുന്നത്. അതായത് മാംസക്കട്ട പോലെ, അതായത് ഈ മസിൽസ് വലിപ്പം വെച്ച് മാംസക്കട്ട പോലെ മാംസക്കട്ടയല്ല, മാംസക്കട്ട എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ വലുതാവുന്ന ഒരു സംഭവമാണ്. സോ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് മുഴകളാണ്. സോ അത് ഓവർ ദ ടൈം, ഇപ്പോൾ നമ്മളൊരു 4-5 സെൻറ്റിമീറ്ററിൻ്റെ കാണുകയാണെങ്കിൽ അതിന് ഓരോരോ സൈസിൽ പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് എളുപ്പമായിരിക്കും. ഫസ്റ്റ് തുടങ്ങുമ്പം ചെറുനെല്ലിക്കയുടെ സൈസായിരിക്കും. സോ ഈസി ടു ഇമാജിൻ ദാറ്റ് വേ. അപ്പോൾ നെക്സ്റ്റ് ഇറ്റ് വിൽ ബി കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഒരു 2-3 സെൻറ്റിമീറ്റർ അങ്ങനെ വരുമ്പോൾ വലിയ നെല്ലിക്കയുടെ വലിപ്പം. നെക്സ്റ്റ് ഒരു 3 to 4 സെൻറ്റിമീറ്റർ അങ്ങനെ വരുമ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പം. ദെൻ ഇറ്റ് ഗോസ് ടു 4-5 സെൻറ്റിമീറ്റർ. സോ ചെറിയ ഓറഞ്ച് കളർ, മറ്റേ നാഗ്പൂർ ഓറഞ്ച് ഒക്കെ. സോ ദാറ്റ് സോർട്ട് ഓഫ് ഓറഞ്ച്. കുറച്ചും കൂടെ ഒരു 6-7 സെൻറ്റിമീറ്റർ, മൊസാംബിയുടെ അത്ര എന്ന് പറയാം. ദെൻ അബൌട്ട് 8 to 9 സെൻറ്റിമീറ്റേഴ്സ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വളർച്ച, ഒരു പൈനാപ്പിളിൻ്റെ പോലെയോ അങ്ങനെ എന്തെങ്കിലും പറയാം. ദെൻ ദർ ആർ ബിഗ് വൺസ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു വലിയൊരു ഒരു മീഡിയം സൈസ് 15 സൈസ് മുഴ, 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കെയിലിൻ്റെ, ഒരു കുട്ടികളുടെ സ്കെയിലിൻ്റെ പാതി, ദറ്റ് ഇസ് അത്രയും ലെങ്ത് ഉണ്ട്. അതിൻ്റെ ഇങ്ങനെ ഒരു ഷേപ്പിൽ, പല ഷേപ്പിലുണ്ടാവും. അത് അങ്ങനെ ഉള്ള ഷേപ്പിൽ അത് വളർന്നുകൊണ്ടേ പോവുക. ബട്ട് ക്യാൻസർ ആവില്ല. ദ ബെസ്റ്റ് തിങ് ഈസ് ആളുകൾ ഇതിന് ഈ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നെല്ലിക്ക വലിപ്പമുള്ള മുഴ കണ്ടാലും, അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ഇത് കണ്ടാലും ഉടനെ ദിസ് പീപ്പിൾ, അതായത് നമ്മൾ ആളുകൾക്ക് ഹാഫ് ബേക്ക്ഡ് നോളേജ് എന്ന് പറയും. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഒരു കാര്യത്തിനെ പറ്റി അറിയില്ല. സോ പകുതി എന്തൊക്കെയോ അറിയാം. സോ ദാറ്റ് ഈസ് വാട്ട് കേരളൈറ്റ്സ് ആർ ഓൾ അബൌട്ട്. ലിറ്ററസി വിതൗട്ട് പ്രാക്ടിക്കലിറ്റി.
വിതൗട്ട് ലോജിക്. അതാണ് ലിറ്ററസി എന്ന് വെച്ചാൽ എന്താ, ദേ ഹാവ് ഡിഗ്രീസ്. പക്ഷേ ബേസിക്കലി ഇത് എങ്ങനെയാവും, എല്ലാ ഫീൽഡിനെ പറ്റിയും കുറച്ച് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ് ജനറൽ നോളജ് എന്ന് പറയില്ലേ, അതെനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾസിൽ വളരെ കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. ദേ ഡോണ്ട് ഗിവ് ടൈം ഫോർ ചിൽഡ്രൻ ടു ബി. പക്ഷേ ഇപ്പോഴത്തെ ചിൽഡ്രൻ ദേ ആർ വെരി സ്മാർട്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് 20K കിഡ്സ് അല്ല, 2000 അപ്പുറത്ത് ജനിച്ച കുട്ടികളെ പറ്റിയല്ല സംസാരിക്കും. ദേ ആർ ടു സ്മാർട്ട്. അവർക്ക് വന്നിട്ട് ഐ തിങ്ക് 80-90 കിഡ്സ്, അവർക്ക് 30s 40s ഉള്ളവർ ദേ ആർ വെരി ഇഗ്നോറൻറ്റ്. എന്ന് വെച്ചാൽ PhD വരെ പഠിച്ച ലേഡീസ് ഉണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. ബട്ട് സ്റ്റിൽ അവർക്കറിയില്ല, എല്ലാവർക്കും ഒരേ നോളേജാണ്. പ്രാക്ടിക്കലി ലോജിക്കലി വരുമ്പോഴത്തേക്ക് അവർ ഈ ഡിഗ്രിയും ഒക്കെ മറന്നിട്ട് ആരെങ്കിലും പറയണതിലാണ് കോൺസെൻട്രേറ്റ്. അപ്പോൾ എല്ലാവരുടെയും വിചാരമുണ്ട് എവിടെ ഒരു മുഴ വന്നാൽ പേടിയായിരിക്കും, മനുഷ്യൻ്റെ എല്ലാവരുടെയും പേടിയായിരിക്കും. പിന്നെ കൂടുതലും അറിഞ്ഞില്ല എന്നാൽ കുറവുമില്ല, ദാറ്റ് ഇസ് ഹാഫ് ബേക്ഡ് എന്ന് പറയും. പകുതി ഇത് ഒരു നോളേജ്, ബട്ട് ഫുള്ളായിട്ട് ഇല്ലെന്ന് തന്നെ. സോ അവരെ എളുപ്പം ഇങ്ങനെ ഹാഫ് നോളേജ് ഉണ്ട്, ബാക്കി യഥാർത്ഥ ഫുൾ നോളേജ് ഇല്ല. ഇങ്ങനെയുള്ളവരെ പറ്റിക്കാനാണ് എളുപ്പം. That means Keralites. അതേസമയം if you go to Tamil Nadu, Andhra, Gujarat or wherever, literacy rates are low. Practicality is high. Logically അവർ നന്നായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. അവർക്ക് ഈ ഡിഗ്രീസിനെ മാറ്റി വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റും. ഒരു എക്സ്ട്രീമാണ്, അതായത് ഒരു ഫീവർ, ബിക്കോസ് WHO ഈ ഒരു അസോസിയേറ്റ് ആയിട്ട് ഐ യൂസ് ടു ട്രാവൽ ഓൾ ഓവർ ഇന്ത്യ. സോ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എങ്ങനെ, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പനിക്ക് പോലും പാരസെറ്റമോളോ ഡോക്ടറെ അടുത്ത് പോകുന്ന പരിപാടിയില്ല. സോ എസ്പെഷ്യലി ഇൻ ദ നോർത്ത്, യുനോ ഗുജറാത്ത് ആൻഡ് ഓൾ വെരി 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 ഇത് അവർക്ക് ഹൽദി ദൂത്, ദാറ്റ്സ് ഓൾ. സോ ദാറ്റ് വിൽ. പിന്നെ ചുമ ഇത് ഒരു കാട എന്ന് പറഞ്ഞ സാധനം, ദർ ഈസ് എ സയൻറ്റിഫിക് തിങ് അബൌട്ട് ഇറ്റ്. അതിൽ നീം ഉണ്ട്, നീം എന്ന് വെച്ചാൽ വേപ്പില, ദെൻ അങ്ങനെയെല്ലാം ഉണ്ട്, ലൈക്ക് തുളസി എന്നുള്ള വെരി ഗുഡ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വിച്ച് ആർ വെരി ഗുഡ്, ആയുർവേദിക്കലി പ്രൂവൻ ആൻഡ് ഹെർബലി പ്രൂവൻ. സോ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. സോ അത് വന്നിട്ട് ഇവർ ഇതിന് ഇത് കോൾഡിന് കൊടുക്കും. അവരത് കുറച്ച് കഴിയുമ്പോൾ ശരിയായി, ഒരു 5-6 ദിവസം കൊടുത്തപ്പോൾ ശരി. കോൾഡ് എന്ന് പറയുന്നത് 7 ദിവസം ഇനി എന്ത് അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും എതിലും ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇറ്റ്സ് എ വൈറസ്. സോ ഇത് കുടിച്ചാലും ഇല്ലെങ്കിലും അത് നേരെ ശരിയാവും. ഡോക്ടറെ അടുത്ത് പോയോ ഡോക്ടർ കൂടി പോയോ കോൾഡിൻ്റെ ഒരു മെഡിസിൻ അകത്ത് മൂക്കിൽ ഒഴിക്കുക വരുന്നതിന് കുറച്ചും കൂടെ ഒരു നമുക്ക് വർക്ക് ചെയ്യണവർക്ക് ഇതായിരിക്കും. ദാറ്റ്സ് ഓൾ. സോ ഇതാണ് ദ നാച്ചുറൽ. അവർ ആ എക്സ്ട്രീമാണ്. ദ അതർ എക്സ്ട്രീം ഈസ് അവരുടെ അടുത്ത് ചുമ്മാ വന്നിട്ട് മുഴയാണ്, ഇത് ക്യാൻസർ വരുന്നു പറഞ്ഞാൽ ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, ബിക്കോസ് ദേ ഡോണ്ട് നോ മച്ച് അബൌട്ട് ക്യാൻസർ. ഇവിടെ നിന്ന് വെച്ചാൽ ക്യാൻസറിനെ പറ്റി 50% നോളജ് ഉണ്ട്, 50% ഏത് ക്യാൻസർ ആവും ഏത് ക്യാൻസർ ആവില്ല. ദോസ് തിങ്സ് ദേ ഡോണ്ട് നോ. അപ്പോൾ ഈ മുഴ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്ത്രീകളെ പേടിപ്പെടുത്തി അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. സോ ഹോസ്പിറ്റൽസ് ആർ ഏർണിംഗ് എ ലോട്ട്, ലൈക്ക് എ ബിഗ് റാക്കറ്റ് ഇസ് ഗോയിങ് ഓൺ. ഐ ഡോണ്ട് നോ ഹു ആർ ഓൾ ഗോയിങ് ടു ടോക്ക് നോൺസെൻസ്. എന്നെ വിളിച്ച് ആരൊക്കെ തെറി പറയാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇറ്റ്സ് എ റിയൽ റാക്കറ്റ്. ദാറ്റ്സ് വൈ വി ആർ വിത്ത് ദ WHO ടു ബേസ്റ്റ് ദിസ് റാക്കറ്റ്. ഈ ആളുകളെ പേടിപ്പെടുത്തി, ഫൈബ്രോയിഡ് ക്യാൻസർ ആവുന്ന സ്ത്രീകളെ പേടിപ്പെടുത്തി അവരുടെ യൂട്രസ് മാറ്റുക. പിന്നെ അഡിനോമയോസിസ്, ഓവർ ബ്ലീഡിങ്, ഓവർ വേദന. അപ്പോൾ ആ സ്ത്രീയെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നൊരു രീതിയിൽ പറഞ്ഞ് നിർത്തുമ്പോൾ കുറച്ച് മരുന്ന് കൊടുക്കും, ബ്ലീഡിങ് പിന്നെയും തുടങ്ങും. സോ അത് എക്സ്ട്രീംലി പ്രോബ്ലം ക്രിയേറ്റിംഗ് ആണ് ഈ അഡിനോമയോസിസ്. സോ ഇത് രണ്ടിൻ്റെ വ്യത്യാസം അതാണ്. ടോപ്പിക്കിലേക്ക് വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ഡോക്ടർ സ്വീറ്റി, ഇത് ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ശാരിക എന്നാണ്. എവിടെന്നാ വിളിക്കുന്നത്? ഞാന് കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. കല്ലമ്പലം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, നമസ്കാരം. ഓക്കെ മാഡം, ഞാൻ ഫസ്റ്റ് മാഡത്തിന് വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം എന്നെ പോലെ വീട്ടിലിരിക്കുന്ന, ഞാനിപ്പോ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്, എന്നെ പോലെ വീട്ടിലിരിക്കുന്ന എല്ലാം ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ ലേഡീസിന് ഈ പ്രോഗ്രാം ഭയങ്കര ഉപകാരമാണ്. പിന്നെ ഞാൻ മാഡത്തിനോട് വലിയൊരു താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ ഇപ്പൊ കണ്ടതാണ് സർജറിയുടെ കാര്യം പറഞ്ഞു കേട്ടോണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഷാരിയ, ബിക്കോസ് ഇത് ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് പോലെയാണ് ഇങ്ങനെ ആരിലെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്നുള്ള കുറച്ച് കാര്യം എത്തിക്കാൻ പറ്റുന്നത്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു മൈ. നമ്മള് വീട്ടിലിരിക്കുന്ന നമുക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഈ പ്രോഗ്രാം കണ്ടു തുടങ്ങിയത്. അന്നേരമാണ് ഈ കണ്ടപ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അത് ഭയങ്കര ഒരു താങ്ക്സ് ആണ്. ഓ മൈ ഗോഡ്, ഇതിൽ കൂടുതൽ യു മേഡ് മൈ ഡേ. ഇതിൽ കൂടുതൽ എനിക്ക്
എന്നുവെച്ചാല് ഇത്രയൊക്കെ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വീട്ടിലിരിക്കുന്ന ആൾ മനസ്സിലായി എന്ന് പറയുന്നത് ഇസ് ദ ബിഗ് തിങ്. ഇതിന്റെ ഒരു സക്സസ് എന്ന് തന്നെ വേണം പറയാം. ആൻഡ് ഐ താങ്ക് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ് ഓൾസോ ഹു ആർ ഓൾ സപ്പോർട്ടിങ് മീ. മേ ബി ഫോർ 15 years ഞാൻ ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുക. യു വോണ്ട് ബിലീവ്. അതെ അതെ, ഇടയ്ക്ക് കുറച്ച് കോവിഡ് സമയത്തില്ലായിരുന്നു. ബട്ട് ഐ ആം അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്ലേസ് വാച്ച് എ ലോങ് ടൈം. അത് മാത്രമല്ല ഇപ്പോൾ വന്നിട്ട് ഒരു 5-6 years ആയിട്ട് ഈ ഓപ്പറേഷൻ ഇല്ലാതെ യൂട്രസിൻ്റെ ഗർഭപാത്ര മുഴകളെയും അഡിനോമയോസിസ്, രക്ത ഓവർ ബ്ലീഡിങ്, ഓവർ പെയിൻ വരുന്നതിന് ആഫ്റ്റർ ഡൂയിങ് റിസർച്ച് ഇൻ UK ആൻഡ് അതെ. പിന്നെ നമുക്ക് ഇപ്പോൾ WHO ഒരു അസോസിയേറ്റ് ആണ്, ചാരിറ്റബിൾ അസോസിയേറ്റ് ആണ് ഞാൻ. സോ അവരുടെ ഒരു പ്രൈം, അവർക്ക് ഓരോരോ എയിം ഉണ്ടായിരിക്കും ലോകാരോഗ്യ സംഘടനയ്ക്ക്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഗർഭപാത്രം എടുത്തു മാറ്റുന്ന റേറ്റ് അനാവശ്യമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. 2-ൽ 1 സ്ത്രീക്ക് ഗർഭപാത്രത്തിൽ, പ്രത്യേകിച്ച് കേരള പോലെയുള്ള സ്ഥലത്ത് നമുക്ക് സർവേയിൽ കിട്ടിയതാണ്. ഇത് 42% above 40 years എന്ന് പറയുമ്പോൾ എന്താ, 2 സ്ത്രീയിൽ ഒരാൾക്കില്ല. ഞാൻ ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അമ്മയുടെ അത് എപ്പോഴാണ് പീരിയഡ്സ് നിന്നും ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദം സേ അമ്മയ്ക്ക് യൂട്രസ് എടുത്ത് മാറ്റിയതാണ്. സോ 40 വയസ്സായ ഒരു സ്ത്രീയുടെ അമ്മയ്ക്ക് യൂട്രസ് എടുത്ത് മാറ്റിയെങ്കിൽ എത്ര വർഷമായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സോ ഇതൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയത്ത് ക്യാൻസറിനൊഴിച്ച് വി ഡോണ്ട് സപ്പോർട്ട്. വേറെ ഒന്നിനും യൂട്രസ് എടുത്ത് മാറ്റാൻ വി ഡോണ്ട് സപ്പോർട്ട്. ദാറ്റ് ഈസ് ഇപ്പോഴത്തെ WHO ഫോർ വിമൻ്റെ അജണ്ടയാണ്, സേവ് വുമൺ ഓർഗൻസ്. സോ ഈ 2 അസുഖവും സമാധാനമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ UK-ൽ US-ലൊക്കെ നമ്മൾ ഇതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് വെൻ വി ഗോ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 centimeter മുഴ വന്നാൽ അവർക്ക് അറിയാം ഇറ്റ് വിൽ നോട്ട് ടേൺ ഇൻ ടു ഫൈബ്രോയിഡ്. കൂടിപ്പോയി അവരൊരു ബയോപ്സി എടുത്തിട്ട് അവർ ഫിനിഷ് ഇറ്റ് ഓഫ്. അത് ക്യാൻസറൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരുന്ന് അവർ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കും, സമാധാനമായിട്ട് എടുക്കും. 10-12 മാസം എടുക്കും. പിന്നെ മെനോപോസ് വരെ ഓരോരോ ഗുളിക കഴിച്ചു പോകാൻ പറയും. അവരത് മനസ്സിലേ കൊള്ളില്ല. ബിക്കോസ് പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഡോക്ടറെയാണ് അവർ കൂടുതൽ വിശ്വസിക്കുന്നത്. ഈവൻ UK, US, യൂറോപ്പിൽ നമ്മൾ ഒരുപാട് പഠിത്തമുണ്ടെന്നോ ഒരുപാട് കൾച്ചർ ഉണ്ടെന്നോ നമ്മൾ പറയുന്ന വെസ്റ്റേൺ കൺട്രി, അവർ ഡോക്ടേഴ്സിനെ ഒരുപാട് വിശ്വസിക്കും. സ്വന്തമായിട്ട് പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കണമല്ലോ, അവിടെ നടക്കില്ല. സോ അവിടേക്കെന്ന് വെച്ചാൽ നമ്മൾ 90 ദിവസത്തെ മരുന്ന് കൊടുക്കുക, അവർ കറക്റ്റായിട്ട് ഇത് കഴിച്ചിട്ട് ഒരാൾ അവിടെ ഓപ്പറേഷന് സമ്മതിക്കില്ല. ഞാൻ മാസത്തിൽ ഒരു യൂട്രസ് എടുത്ത് മാറ്റുന്ന സർജറി പോലും അവിടെ കണ്ടിട്ടില്ല. ഹെൽത്ത് സർവീസിൽ NHS-ൽ UK-ൽ സോ സിസേറിയൻസ് 1-2 കാണുള്ളൂ ഒരു മാസം. സോ അവർ ഓപ്പറേഷന് ഭയങ്കര എഗെയിൻസ്റ്റാണ്. സോ അതുകൊണ്ടാണ് ഓപ്പറേഷൻ ഉള്ളതിൽ നിന്ന് ഓപ്പറേഷൻ ഇല്ലായ്മയിലേക്ക് ഉള്ള ഈ പോക്ക്. പണ്ട് തുറന്ന് ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി വഴി കീ ഹോളായിട്ട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി. അതിനും എതിർപ്പുണ്ടായിരുന്നു. വെൻ വി ഓൾ സ്റ്റാർട്ടഡ് കീ ഹോൾ 15-10-12 years ബാക്ക്, അപ്പോഴും അതിന് എതിർപ്പായിരുന്നു. തുറന്ന് ചെയ്യാൻ അറിയാവുന്നുള്ളവർ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്താൽ ശരിയാവില്ല. ഇപ്പോൾ എല്ലാവർക്കും കീ ഹോൾ തന്നെ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കീ ഹോളും വേണ്ട സർജറി. ഒരു ലേഡിയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ യൂട്രസോ ഓവറിയോ എടുത്തു മാറ്റാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ക്യാൻസർ ഒഴിച്ച് ബാക്കിയില്ല. സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. അത് ആളുകളിലേക്ക് എത്രയും എത്തിക്കാൻ പറ്റുമോ അത് നമുക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ പ്രൊഫഷൻ്റെ ഒരു നന്മയായിട്ട് ഞാനത് ചെയ്യുകയാണ്. അതൊരു കടമയാണ്. ആളുകൾ ഇനി എന്ത് ഇതിനെക്കുറിച്ച് വെച്ചാൽ പുതിയത് എന്ത് വന്നാലും കേരളത്തിലുള്ളവരത് കേരളൈറ്റ്സ് ആർ യൂസ് ടു ദറ്റ്. അതിനെ മോശം പറയണം, എതിർക്കണം, ഉഡായിപ്പ് എന്ന് പറയണം, നോൺസെൻസ് യു വിൽ ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് വെൻ സംതിങ് ന്യൂ കംസ്. അവസാനം കംപ്ലീറ്റ്ലി അതിൽ ആകുന്ന ആളുകൾ കേരളൈറ്റ്സ് ആയിരിക്കും. ഒരു 5 വർഷം കഴിയുമ്പോൾ അത് ഒരു 10 പേർക്ക് അത് പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവർ. മേ ബി ഇൻ WHO ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻ കേരള ഫോർ വിമനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഐ തിങ്ക് ദർ ഇസ് നോ ബഡീസ് ട്രീറ്റിംഗ്. ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ എന്നെ ട്രിവാൻഡ്രം ക്യാപിറ്റൽ സിറ്റിയിൽ എന്നെ പുട്ടപ്പ് ചെയ്തത്. സോ ഇതുപോലെ ഒരു 10 പേര് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പീപ്പിൾ വിൽ അക്സെപ്റ്റ് ഇറ്റ്. എന്നുവെച്ചാൽ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ശരിയാവും, ഓപ്പറേഷൻ വേണ്ട എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഓപ്പറേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളത്? സോ ഇപ്പോൾ പറയുന്നത് അത് അങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉള്ളതായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും. അപ്പോൾ ഇത്രയും മാത്രം ആളുകൾ, ഇവിടുത്തെ ആളുകൾ കുറച്ചും കൂടെ, ഞാനതാ പറഞ്ഞ, ഈ ഡിഗ്രിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഓപ്പറേഷൻ വേണം എന്ന് പറയുന്ന ആൾക്കാണോ ലാഭം,
അല്ല ഓപ്പറേഷൻ വേണ്ട, നിങ്ങൾ ഗുളിക കഴിച്ചോളൂ. MRP അടിച്ച് വരുന്ന ഗുളിക വിച്ച് വി ഗെറ്റ് സബ്സിഡി ഓൾസോ. WHO നമുക്ക് സബ്സിഡിയും ഉണ്ട് ബിക്കോസ് വി ആർ വർക്കിംഗ് വിത്ത് ദം എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഈസ് ഓൾസോ സപ്പോർട്ടിങ് ഇസ്. മാനുഫാക്ചറിംഗ് നേരിട്ട് സബ്സിഡിയിലെ വരണം. 4000 വെളിയിൽ കൊടുക്കുന്നത് വി ഗെറ്റ് ഇറ്റ് ഫോർ വിൽ യു ബിലീവ് 900 rupees. So you won't believe it because of the subsidy we get. So എത്രയും പുവർ പേഷ്യൻസിലേക്ക് അത് എത്തുക, എത്രയും സാധാരണ മനുഷ്യരിലേക്ക് എത്തുക. പുവർ എന്നല്ല, സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും എത്തണം. ബിക്കോസ് 80% ഓഫ് ഇന്ത്യ ഈസ് സാധാരണ മനുഷ്യർ വിച്ച് ഇസ് ദേ കാൺ അഫോർഡ് എ ബിഗ് കാർ, ദേ കാൺ അഫോർഡ് ബിഗ് ട്രീറ്റ്മെൻറ്റ്. മാസം ഇതോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്ത് ഉടനെ ഓപ്പറേഷനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ നോക്കുകയാണെങ്കിൽ ലോങ് ക്യൂ ആണ്. 2 വർഷം കഴിഞ്ഞാണ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത്. ലേഡി വാസ് ടെല്ലിങ് മീ 5 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ആയുള്ളൂ. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പറഞ്ഞു 10 സെൻറ്റിമീറ്റർ ആവട്ടെ, അപ്പോൾ വന്നാൽ മതി. അപ്പോൾ എത്ര വെയിറ്റിംഗ് കേസ് ഉണ്ട്. ഐ വോണ്ട് ബ്ലെയിം ദം ബിക്കോസ് ഐ ഹാവ് സീൻ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വെയിറ്റിംഗ് കേസസാണ്. 400 OP ഒരു ദിവസം നമ്മൾ നോക്കുന്നത്. സോ അത്രയ്ക്ക് ക്രൗഡഡ് ആണ്. വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, സാധാരണ മനുഷ്യരെ കൂടുതൽ 4 ലക്ഷം 5 ലക്ഷം കൊടുത്ത് ഒരു യൂട്രസ് എടുത്ത് മാറ്റാൻ എല്ലാവർക്കും പറ്റില്ല. സോ അവർ ടാർഗറ്റ് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുക, അങ്ങനെയുള്ളവർക്കും അഫോർഡബിൾ മൈ റിസർച്ച് ഇത് തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി ട്രീറ്റ്മെൻറ്റ് ഓഫ് യൂട്രസ് ഡിസീസസ് എന്നാണ്. സോ ദയവ് ചെയ്ത് പ്ലീസ്, ഇത് ആര് ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇരിക്കുന്ന ഏത് ലേഡീസ് കേട്ടാലും ദയവേത് നിങ്ങളുടെ യൂട്രസ് എടുത്ത് മാറ്റണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ എപ്പോൾ വേണമെങ്കിലും എൻ്റെ നമ്പർ ഡയൽ ചെയ്യാം. എനിവെയർ ഇൻ ദ വേൾഡ് ഐ ക്യാൻ ഗെറ്റ് കണക്റ്റഡ് ടു ത്രൂ മൈ ഹോസ്പിറ്റൽസ് ലാൻഡ് നമ്പർ. സോ അതിന് അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഗെറ്റ് കണക്റ്റഡ് ടു മീ, ഗെറ്റ് എ സെക്കൻഡ് ഒപ്പീനിയൻ. എടുത്ത് മാറ്റണ്ടെന്ന് ഒരു പ്രാവശ്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളത് മനസ്സിൽ നിന്ന് നമുക്കൊരു ധൈര്യം വരും, നമ്മൾ മാറ്റാറില്ല പിന്നെ. സോ ദാറ്റ് ഈസ് ഇറ്റ്, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇറ്റ്. Okay, thanks for calling, Sharika. We were discussing about fibroid. Fibroid, so yeah. അപ്പം ഫൈബ്രോയിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ഫൈബ്രോയിഡ്? Yes. എന്തെന്ന്, വാട്ട് ഈസ് യുവർ ലൈക്ക് layman's knowledge? I want to know what do you know about fibroids എന്ന് പറഞ്ഞാൽ എന്താണ്? Actually, I got confused whether fibroid cyst ആണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു ടൈമുണ്ട്. ബിക്കോസ് നമ്മൾ ഫൈബ്രോയിഡിനെ കാട്ടിലും കൂടുതൽ കേൾക്കുന്നത് സിസ്റ്റ് എന്നാണ്. അപ്പോൾ I thought like it is another word for for cyst ആണോ, but I was a biotechnology student, so I know a little bit about regarding സയൻസ് അല്ലേ. സോ അപ്പോൾ നിങ്ങളും എല്ലാം കേട്ടിരിക്കുന്നത് യൂട്രസിൽ സിസ്റ്റ് ഉണ്ട് അല്ലേ, ഗർഭപാത്രത്തിൽ സിസ്റ്റ് ഉണ്ട്, മുഴ. ബട്ട് ടു ബി ഫ്രാങ്ക് ഇനഫ്, ഗർഭപാത്രത്തിൽ സിസ്റ്റ് ഇല്ല, വരാറില്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്, വേറൊരു രീതിയിലൊക്കെ വരാം, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഈ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു, ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു ചെറിയ പൊക്കൽ എന്നൊക്കെ പറയില്ലേ ഇവിടെ. ജനറലി കൊളോക്കിയൽ ലാംഗ്വേജ് വെള്ളം കൊണ്ട് പൊങ്ങിയിരിക്കുകയാണ്, ബസ് അത്രേ ഉള്ളൂ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ അത് ഓവറിയിലാണ് നമ്മൾ കൂടുതൽ, ഒരു 10-30 ടൈപ്പ് ഓഫ് സിസ്റ്റ്. ആദ്യം ഫസ്റ്റ് സ്ത്രീകൾക്ക് അവരുടെ അവയവം അറിയണം. ഈവൻ ദ ഗ്രേറ്റ് ഡിഗ്രീസ് ഉള്ളവർക്ക് ഇൻസൈഡ് ഓർഗൻസ് അറിയില്ല. യൂട്രസ് ഇസ് ദെയർ, ഗർഭപാത്രം, അതിന്റെ 2 സൈഡിൽ നിന്ന് ഇപ്പം എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാനൊരു മറ്റേ പിക്ചറൈസ് ഇത് കൊണ്ടുവന്നെ. സോ അതിപ്പം എനി വൺ ഓഫ് യു ക്യാൻ സെർച്ച്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഗർഭപാത്രം ലൈക്ക് ഡാൻസ് പോലെ കാണിക്കും, പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്. ഗർഭപാത്രം ഇങ്ങനെ ഒരു പിയർ ഷേപ്ഡ് ആണ്, അതായത് മുകളിൽ വലിപ്പം വന്നിട്ട് താഴെ കുറുത്തിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട് ആണെങ്കിൽ സബർ ജെല്ലി എന്നൊരു സാധനം ഉണ്ട് അല്ലേ, അത് ഇങ്ങനെ വന്നിട്ട് താഴെ എത്ര എക്സാക്ട്ലി അതുപോലെ ഇരിക്കും യൂട്രസ്. ബിക്കോസ് വി ത്രൂ ദ ക്യാമറ വി സി ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെ അത് ഇരിക്കും. അതിൻ്റെ 2 സൈഡിൽ നിന്നും 2 കുഴൽ പോലെ ഈ ഒരു 2 ട്യൂബ്സ് പോവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി വെളിയിലോട്ട് ട്യൂബ് പോവും. ഇത്രയും വളരെ മെലിഞ്ഞിട്ട് 2 കയറ് പോലത്തെ കൊച്ചു നൂല് പോലത്തെ സാധനം. സോ ദാറ്റ് ഈസ് കോൾഡ് ഫെലോപ്പിയൻ ട്യൂബ്സ്. ഫ്രം ദെയർ ആ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അറ്റം ഇങ്ങനെ ഇതായിരിക്കും, അറ്റം ഇങ്ങനെ കൈ പോലെ ഇങ്ങനെ ഇരിക്കും. ഏനോ അത് ഒരു കാര്യമുണ്ട്, അത് എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ആ 2 അറ്റത്തും ഈ ഇവിടുത്തെ 2 അറ്റത്ത്, ആക്ച്വലി ഒരു ലേഡിയുടെ ഈ 2 അറ്റത്ത് ഓവറി വൈറ്റ് കളറിൽ ചെറിയ രസഗുല്ല പോലെ ഇരിക്കും. സോ ഫോർ പീപ്പിൾ ടു ഇമാജിൻ ഹൗ ഇറ്റ് വിൽ ബി, വാട്ട് ഐ സോ ഇൻസൈഡ് ഓർ വാട്ട് ഐ സോ ത്രൂ ദ ക്യാമറ, ഇങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 2 ചെറിയ രസഗുല്ല, അത് അത്രേ ഉള്ളൂ വലിപ്പം. ഈ നീളത്തിൽ ചെറിയ ഒരു 3 സെൻറ്റിമീറ്ററിലുള്ള 2 സംഭവമാണ് ഈ ഓവറി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഗോട്ട് ആ ചെറിയ സംഭവം ഉണ്ടല്ലോ, അത്
എന്തുമാത്രം ഒരു ലേഡിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനേ പറ്റില്ല. ആ രണ്ട് സാധനം, അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസ്, അതിലേക്ക് വരുന്ന ഹോർമോൺസ്, അതിൽ നിന്ന് ഓവറി എന്ന് പറയാം, അങ്ങനെ അണ്ടാശയം, ഹിന്ദിയിൽ ഇറ്റ്സ് അണ്ടാശയ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സാൻസ്ക്രിറ്റ് വേർഡ് എന്നാണ് തോന്നുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതുകൊണ്ടായിരിക്കുമല്ലോ മലയാളത്തിലും അങ്ങനെ പറയുന്നത്. സോ അണ്ടാശയ് മീൻസ് അണ്ടം, അതിൽ നിന്ന് വരുന്ന അതാണ് അണ്ടം. അണ്ടം മീൻസ് വാട്ട്? ഇറ്റ്സ് നാച്ചുറലി എഗ്സ്. സോ എഗ്സ് വരുന്ന സംഭവമാണ് ഓവറി. ദാറ്റ് ഈസ് ഓവുലേഷൻ, ഓവം. ഇംഗ്ലീഷിലും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഓവറി എന്ന് പറയുന്നത്. ബിക്കോസ് ഓവം, നമ്മൾ എഗ്സ് എന്ന് പറയണതിന് പക്ക മെഡിക്കൽ ടേമിൽ ഓവം എന്ന് പറയാം. സ്ത്രീകളുടെ എഗ്സിന് ഓവം എന്ന് പറയാം, ഓവറി. സോ അത് 2 എണ്ണം ഉണ്ട്. ബിക്കോസ് 2 എണ്ണം വെച്ചിരിക്കണല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഗോഡ് ഹാസ് കെപ്റ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. കിഡ്നി 2, കണ്ണ് 2. സോ അത് ഒന്ന് പോയാലും ഒന്ന് ഷുഡ് ആക്ട്, അതർവൈസ് പീപ്പിൾ വിൽ. പക്ഷേ എല്ലാവരും വളരെ കെയർ ചെയ്യണത് ഹാർട്ട്, ബിക്കോസ് അത് ഒന്നേ ഉള്ളൂ. അത് മാത്രം ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ഇസ് കെപ്റ്റ് ആസ് വൺ. സോ പീപ്പിൾ ഡു കെയർ ഫോർ ഇറ്റ്. മറ്റത് ഒന്ന് ഷട്ട് ഡൗൺ ആയാലും അടുത്തത് വർക്ക് ചെയ്യും. ദ സെയിം വേ ഓവറി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മാസം ഈ റൈറ്റ് സൈഡിലുള്ള ഓവറിയിൽ നിന്നാണ് എഗ്സ് വരുന്നെങ്കിൽ അടുത്ത ഓവറി ഒന്നും ചെയ്യില്ല. അവർ തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്ത്, ഇതൊക്കെ എന്ത് ദൈവത്തിൻ്റെ എന്ത് വലിയൊരു ഐ തിങ്ക് ഐ ഓൾവേസ് ബിലീവ് ഇൻ ഗോഡ് ദറ്റ് ദർ ഇസ് നോ ബെറ്റർ ക്രിയേറ്റർ ദൻ ഗോഡ്. ബിക്കോസ് സി ഹൗ ബ്യൂട്ടിഫുള്ളി ഹി ഹാസ് കെപ്റ്റ് ദ ഹ്യൂമൻ ബോഡി. ഒരു ലേഡിയുടെ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഷീ ഈസ് ഗിവിംഗ് ബർത്ത് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പോൾ സ്ത്രീകളില്ലായിരുന്നെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ജനറേഷൻ വരുമായിരുന്നു. ആണുങ്ങളും വേണം ഓഫ് കോഴ്സ്, ബട്ട് she should carry the child, right? So അതൊക്കെ ഇനിയിപ്പോൾ മാറുമായിരിക്കും, വെളിയിൽ തന്നെ ക്യാരി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ വരുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഇപ്പോഴും അമ്മ തന്നെയാണ് അല്ലേ. ഷീ ഹാസ് ടു ക്യാരി ദ ചൈൽഡ്. If she doesn't carry also, she can become a mother now, a foster mother. Especially whoever it is, someone is having uterusനകത്ത് തന്നെ കുട്ടിക്ക് വളർന്നേ പറ്റുള്ളൂ. IVF ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ. ഇതുവരെ നമുക്കിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ കുട്ടിയെ വളർത്താനുള്ള ടെക്നോളജി, ക്രിയേറ്റിംഗ് ഫോൾസ് യൂട്രസ് ഔട്ട്സൈഡ്. അതേ എത്ര ഇതുവരെ സക്സസ് ആയില്ല, ബട്ട് ഐ സോ ദ പ്രിലിമിനറി ഇത് ടെസ്റ്റ് ഗോയിങ് ഓൺ ഓവർ ദർ. അത് ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല. സോ ഇൻ കേസ് മേ ബി 20 years ഇറ്റ് മേ ടേക്ക്. അത്ര പെട്ടെന്നൊന്നും ആവില്ലത്. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആകാമായിരുന്നല്ലോ. ബട്ട് യൂട്രസ് ട്രാൻസ്പ്ലാന്റേഷൻസ് ഹാവ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ എടുത്തു മാറ്റുന്നവർ യൂട്രസ് ഇല്ലാത്തവർക്ക് വെച്ച് കൊടുക്കുക, ലൈക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ദ വെരി നെക്സ്റ്റ് ജെൻ ട്രീറ്റ്മെന്റ് ഇസ് ഗോയിങ് ടു ബി യൂട്രസ് ട്രാൻസ്പ്ലാന്റേഷൻ. സോ ദാറ്റ് ഈസ് ദ ഇൻ തിങ് ഇൻ Hopkins University. They have started over it, okay, in the US. So that is very far-fetched. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. സോ നമ്മുടെ ഇവിടെ ഇതൊക്കെ വേറെ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. യൂട്രസ് ഇല്ലാത്തവർക്ക് യൂട്രസ് എങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സോ വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്, എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ. ബട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? ചുമ്മാ ഇരിക്കുന്ന യൂട്രസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ലേഡി. അവർക്ക് അതിൽ 2-3 അസുഖമേ വരാൻ സാധ്യതയുള്ളൂ. ക്യാൻസർ, ലെറ്റസ് കീപ്പ് ഇറ്റ് അസൈഡ്. ക്യാൻസർ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ. അപ്പോൾ ഈ 2 ഓവറി ഉണ്ടല്ലോ, അതിൽ ഞാൻ തീർക്കാതെ, ദറ്റ് ഈസ് ആ രസ്കുള്ള പോലെ ഇരിക്കുന്ന 2 ഓവറി. ഇന്ന് എഗ്സ് വന്നുകൊണ്ടിരിക്കുക. ഒരു മാസം ഇതിൽ നിന്നാണ് എഗ് എങ്കിൽ ഒരു മാസം ലെഫ്റ്റിൽ നിന്ന്, അടുത്ത മാസം റൈറ്റിൽ നിന്ന്. ഇവർ 2 പേരും ഒരേ സമയത്ത് വർക്ക് ചെയ്യില്ല. സോ ഓട്ടോമാറ്റിക്കലി അവരെങ്ങനെയാണ് ട്യൂൺഡ് ആണെന്ന് കണ്ടോ. ഈ ജാനുവരിയിൽ ഇതാണെങ്കിൽ ഫെബ്രുവരി മന്തിൽ ഇത്. സോ അങ്ങനെയാണ് പീരിയഡ്സിൻ്റെ ഇത് വരുന്നത്. സോ ദേ ഹാവ് എ ട്യൂണിങ് ബിറ്റ്വീൻ. ഇത് ചില സമയത്ത് ക്ലൈമറ്റ് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ രീതി മാറുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫുഡ് മാറുമ്പോൾ 2 ഓവറിൽ നിന്നും 2 എഗ്ഗ് വരും. അങ്ങനെയാണ് ട്വിൻസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവാൻ ട്വിൻസ്. അല്ലാതെ ഒരു എഗ്ഗ് തന്നെ 2ആയിട്ട് മാറി, അതാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കുട്ടിയായിട്ട് ഒരു സമയത്ത് ഉണ്ടാവുന്നു. ഓക്കെ ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ആരാണ്? എന്റെ പേര് രശ്മി എന്നാണ്. രശ്മി, എവിടുന്നാ വിളിക്കുന്നത്? കവടിയാറ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് രശ്മി. ഹലോ ഡോക്ടർ, ഈ മെനോപോസ് സമയത്ത് പിഗ്മെന്റേഷൻ സ്കിന്നിൽ ഉണ്ടാകുന്നത് സാധാരണയാണ്? വെരി മച്ച്. ഐ എം ഡൂയിങ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് ഫോർ ദാറ്റ്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് 2 ട്രീറ്റ്മെൻറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദറ്റ് ഈസ് യൂട്രസ് റിമൂവ് ചെയ്യാതെ ഉള്ള ട്രീറ്റ്മെൻറ്റ്, നെക്സ്റ്റ് ജെൻസി ട്രീറ്റ്മെൻറ്റ്. സോ വി ഹാവ് സ്റ്റാർട്ടഡ് ഓൾറെഡി 5 years. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ 2-ൽ ഒരു സ്ത്രീക്ക് യൂട്രസ് മാറ്റുന്നു, ആൻഡ് ഓൾസോ നാച്ചുറൽ മെനോപോസും വരുന്നു. സോ മെനോപോസിന് മുമ്പേ ഒരുപാട് സ്കിൻ ചേഞ്ചസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു ഡു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്. ഐ ഹാഡ് ടു ഗെറ്റ് ട്രെയിൻഡ് ഇൻ കോസ്മെറ്റോളജി ആൻഡ് ഹാവ് ടു ഡു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്. ബിക്കോസ് വരുന്ന സ്ത്രീകളെല്ലാം എനിക്ക് ഓടിച്ചു വിടാൻ പറ്റില്ല.
പറ്റത്തില്ല. നോട്ട് ഓൺലി മെനോപോസ്, ഈ PCOD കുട്ടികൾക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ അത് മാത്രമല്ല, ഇന്ന് എവ്രിബഡി വോണ്ട് ടു ലുക്ക് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ദർ ബർത്ത് റൈറ്റ്. എനിക്ക് അതിൽ തെറ്റൊന്നും തോന്നുന്നില്ല. ദാറ്റ്സ് വൈ ഐ ടുക്ക് ട്രീറ്റ്മെന്റ് ഇൻ ട്രെയിനിങ് ഇൻ കോസ്മെറ്റോളജി. അപ്പോൾ സോ ദ തിങ് ഇസ് ദാറ്റ് of course there is treatment. Pigmentation is because of menopause varan ponu ennullinte ആദ്യത്തെ ഫീലർ ആണ് your pigmentation. What type of pigmentation you have? എന്താ രശ്മിക്കുള്ളത് പിഗ്മെന്റേഷൻ? അതായത് ഈ കണ്ണിന്റെ താഴേക്ക് ഒരുപാട് ബ്ലാക്ക് ഡോട്ട്സ്. സോ അപ്പോൾ യുവർ ഏജ് പറയാൻ പറ്റുമെങ്കിൽ ഓൾമോസ്റ്റ് യുവർ ഏജ് വേറൊരു സ്റ്റേജിലോട്ട് പോകും. ചിലർ പാച്ച് പോലെ കാണാറുണ്ടല്ലോ. ഈ ഏജ് എത്ര എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ റിലേറ്റ് ടു യു. എങ്ങനെയാ ഇപ്പോൾ ഏജ്? വയസ്സ് എത്രയായി ഇപ്പോൾ രശ്മി? ഹലോ, age, your age? I am 46 years old. Yeah, you are nearing menopause എന്ന് തോന്നുന്നു അല്ലേ? ഫാമിലിയിൽ എല്ലാ അമ്മയ്ക്കൊക്കെ എങ്ങനെയാണ് ഈ മെനപ്പോസ് വരുന്ന ടൈമിങ്? നമ്മുടെ അമ്മയുടെ ഫാമിലി അനുസരിച്ചാണ് നമുക്ക് വരുന്നത്. സോ അമ്മയുടെ ആരായാലും മതി, അമ്മയുടെ സിസ്റ്റർ, അമ്മയുടെ യുവർ മദേഴ്സ് സൈഡ് കസിൻസ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ഓൾമോസ്റ്റ് ആ ഫാമിലിയിൽ. അതെന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണത്. So if you remember about your mother or mother's sister or your cousins, ആരെങ്കിലും നിങ്ങളെക്കാളും മൂത്തവരുണ്ടെങ്കിൽ, but basically your age is almost 50ക്ക് മുമ്പേ വന്നിട്ട് ആകുന്ന ഫാമിലീസ് ഉണ്ട്, 55 വരെ പോകുന്ന ഫാമിലീസ് ഉണ്ട്, 40 തൊട്ട് തുടങ്ങി 55 വരെ പോകുന്ന ഫാമിലീസ് ഉണ്ട്. സോ എവറി ഫാമിലി ഈസ് ഡിഫറെൻറ്റ്. അപ്പം നിങ്ങളുടെ ഇപ്പം മേ ബി ഒരു 47-48, ജനറലി ഒരു 80% ഫാമിലീസ് ആർ ബിറ്റ്വീൻ 45 and 48. അതിപ്പോൾ നിങ്ങളുടെ ആക്ച്വലി പ്രീ മെനോപോസൽ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ചൂട് സ്റ്റാർട്ട് ചെയ്യും. വെളിയിൽ ഇപ്പോൾ കേരളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കും, നമുക്കകത്ത് ചൂടായിരിക്കും വീട്ടിനകത്തിരിക്കുമ്പോൾ. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. വെളിയിൽ ഇത്രയും തണുത്തൊരു കാലാവസ്ഥ വി ഷുഡ് ഓൾസോ ഫീൽ എ ബിറ്റ് കോൾഡ് ഫീൽ ചെയ്യണം അതിനെ. പക്ഷേ അങ്ങനെയല്ല, എപ്പോഴും ഒരു അകത്തൊരു ചൂട് പോലെ. ദെൻ ഫാനിടും AC ഇടും, സ്റ്റിൽ ഒരു ഹീറ്റ് ഫീൽ കൊണ്ടിരിക്കും ബോഡിയിൽ. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, പിഗ്മെൻറ്റേഷൻസ്. ആദ്യം ബ്യൂട്ടി പ്രോബ്ലംസ് ആണ് ലേഡീസിന് തുടങ്ങുന്നത്. ദേ ഫീൽ വെരി ഡിപ്രസ്ഡ് അബൌട്ട് ഇറ്റ്. അവരെ ഓടി വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെയാണ് മെനോപോസിനെ പറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയണത് ദേ ആർ നിയറിങ് മെനോപോസ് എന്നുള്ളത്. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇഫ് യു വോണ്ട് ടു കം ടു മീ, യു കം ടു മീ, ഐ ക്യാൻ ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഇനി മെനോപോസ് ആയിക്കൊണ്ടിരിക്കണം, ഇനി എത്ര നാളിനുള്ളിലാവും. എന്നിട്ട് നമുക്ക് ഇപ്പോഴേ ന്യൂട്രീഷനും കോസ്മെറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്. സി, ഐ ഡോണ്ട് യൂസ് എനിത്തിങ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ കെമിക്കൽസ്. I just use things which are approved by FDA, and also because we are doctors, we can't use something like that. For pigmentation ആണെങ്കിലും എന്തായാലും മെഡിസിൻ അല്ലാതെ ഈ ഓൺലൈനിൽ വിൽക്കുന്ന സാധനം പോലെയൊന്നും നമുക്ക് പറ്റത്തില്ല. വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദി ആ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എടുക്കുക, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുക, ക്വാളിറ്റി പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ബിക്കോസ് WHO കൂടെയും കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പേര് നമ്മൾ കറക്റ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ളത് മാത്രമേ ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. സോ ഓൺലി വി സെർച്ച് ക്വാളിറ്റി. സോ ഇൻ ദാറ്റ് കേസ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ആയിട്ടാണ് ആദ്യമേ മെനപ്പോസിൻ്റെ മുമ്പേ ഉള്ള ആദ്യത്തെ തുടക്കം. ഫസ്റ്റ് ചൂട്, പിന്നെ ജോയിൻറ്റ് പെയിൻസ്, ക്ഷീണം. പണ്ട് നമ്മൾ നല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ നമ്മൾ ഈ ബാറ്ററി ഡൗൺ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഈവനിങ് ടൈം, ഉച്ച സമയമേ വി കാൺട്ട് വർക്ക് എന്നുള്ളൊരു ഫീൽ വരും. പിന്നെ ചില ദിവസം എന്താ സ്ട്രെസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെൻ്റലി മൂഡ് സ്വിങ്സ്, ഭയങ്കര മൂഡ് സ്വിങ്സ് തുടങ്ങും. ബിക്കോസ് സ്ത്രീ ഹോർമോണുകൾ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുക. പിന്നെ യൂട്രസ് എടുത്ത് മാറ്റുന്നവർക്ക് ഒറ്റ ആഴ്ച കൊണ്ട് ഈ എല്ലാം വരും. ബിക്കോസ് ഇറ്റ് ഈസ് എ സഡൻ ചേഞ്ച് ആണ്. സ്ത്രീപരമായിട്ടുള്ള എല്ലാം എടുത്ത് വെളിയിൽ മാറ്റുകയാണ്. സോ യൂട്രസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഇമ്മീഡിയറ്റ്ലി ഫീൽ വിതിൻ 1 week or 2 weeks. 3 months ജോയിൻറ്റ് പെയിൻ കൊണ്ട് നടക്കാൻ പറ്റാത്തവർ വരാറുണ്ട് എൻ്റെ അടുത്ത്. സോ അത് പെട്ടെന്ന് എഫക്റ്റ് വരും. ബിക്കോസ് 1 fine day നന്നായിരുന്ന ഒരു ലേഡിയുടെ എല്ലാം എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ അത്രയും നല്ല ഹോർമോൺസ് ഉള്ള, പക്ഷേ സ്ലോലി വന്ന് പതുക്കെ മെനോപോസ് ആവുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങും. 1 വർഷത്തിന് മുമ്പേ സ്കിന്നിൽ വന്നിട്ട് പിഗ്മെൻറ്റേഷൻ തുടങ്ങും. പിന്നെ വന്നിട്ട് ഇതൊക്കെ കൊണ്ടാണ് നമ്മളത് എടുത്ത് മാറ്റരുത്. പോണവരെ പോട്ടെ, ഹോർമോൺസ് എത്ര ഇരിക്കുമോ അത്രയും നല്ലത്. ഒരു ലേഡിക്ക് എത്ര ഹോർമോൺസ്, സ്ത്രീ ഹോർമോണുകളുണ്ടോ അത്രയും ഷീ ഈസ് ഗുഡ് ഇനഫ് ഫോർ ദ ഹാർട്ടിന് നല്ലതാണ്. ഹാർട്ട് അറ്റാക്സ് വരില്ല. സോ ഇങ്ങനെയൊക്കെയാണ് ലേഡീസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഫീമെയിൽ ഹോർമോൺസ്.
സോ അത് കുറച്ചായിട്ടേ കുറയുള്ളൂ നോർമലി വരണമെങ്കിൽ. സോ ഇൻ യുവർ കേസ് ഇഫ് ഇറ്റ് ഈസ് പതുക്കെ കുറഞ്ഞു വരികയാണെങ്കിൽ പതുക്കെ ഈ കണ്ണിൻ്റെ അടിയിൽ പിന്നെ ഇവിടെ നമുക്ക് മെലാസ്മ എന്ന് പറയും, ഇങ്ങനെ ബട്ടർഫ്ലൈ പോലത്തെ ഒരു കറുത്ത ഇത് വരും പിഗ്മെൻറ്റേഷൻ. പിന്നെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ വളരെ ടാക്ടൈലായിട്ട് നമുക്ക് വന്നിട്ട് ഓക്കെ നമ്മൾ ഒരു ബാലൻസ് വീട്ടിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കണമല്ലായിരിക്കും. ഒരാൾ ഭയങ്കര ഹൈപ്പറാവും, ഒരാൾ ഇതാവും, കുട്ടികൾ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കും, ഹസ്ബൻഡ് മേ ബി സംടൈംസ് വെരി ഇത് ഫാമിലിയിലുള്ളവർക്ക്, അല്ലെങ്കിൽ അമ്മയച്ഛനുമായിട്ട് വഴക്കുണ്ടാവും, അങ്ങനെ എവറിത്തിങ് വിൽ ഹാവ് എ പ്രോബ്ലം. പക്ഷേ നമ്മൾ വന്നിട്ട് സ്ത്രീ ഹോർമോൺ ഉള്ളവർ യു ഹാവ് സീൻ ഓൾവേസിൽ സ്ത്രീകൾ എപ്പോഴും ഒരു ബാലൻസ് വയ്ക്കും. ഹസ്ബൻഡ് കിടന്ന് ബഹളം, മക്കളോട് വഴക്കുണ്ടാകും, അച്ഛനും മക്കളും തമ്മിൽ എപ്പോഴും അച്ഛൻ വിൽ ബി സ്ട്രിക്റ്റ് ഓൾവേസ്. സോ അങ്ങനെ ഉണ്ടാവാറുണ്ട് മോസ്റ്റ്. അപ്പോൾ അമ്മയാണ് അവിടെ ബാലൻസ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഓഫ് അവർ ഫീമെയിൽ ഹോർമോൺസ്. ഷീ നോസ് ഇതെല്ലാം ഫാമിലിയെ ഒത്തു കൊണ്ടുപോകേണ്ടതാണ്. ദിസ് ഇസ് നോട്ട് ടു ബി ബ്രോക്കൺ. ഇത് 80s 90s കിഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 20s കിഡ്സിന് മാരേജും ഇല്ല, ലിവിങ് ഇന്നാണ് അവർക്ക്. സോ ഫാമിലിയെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊന്നുമില്ല, തനിച്ച് താമസിക്കണം. സോ 20K കിഡ്സ് മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് what I'm saying, but 80s and 90s kids will understand definitely what I'm saying. So ഫാമിലിയെ ഒരുമിച്ച് കൊണ്ടുപോകുക, ബാലൻസ് ചെയ്യുക. See, these are all on our head. So അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയും നല്ല ഇരുന്ന അമ്മ വന്നിട്ട് ഇത്രയും എല്ലാം പെട്ടെന്ന് ഒരേടിക്ക് the lady will start shouting at everyone. For ഓഫീസിലാണെങ്കിൽ ഇത് ഞങ്ങൾ we used to make fun of our lecturers പണ്ട് when they used to be very hard on us. പെട്ടെന്ന് ചിടിച്ചിടാന്ന് എന്ത് ആവശ്യമില്ലാത്ത നമ്മൾ പറയും പ്രീ മെനോപോസലായി. ബിക്കോസ് we were studying gynecology, we used to say menopause symptoms തുടങ്ങി മാഡത്തിന്. We used to simply make fun of them. We even used to tell them also. That friendly we were. So this is it. ഭയങ്കരമായിട്ട് നമുക്കൊരു ദേഷ്യം വരും. പിന്നെ റൂമിനകത്ത് പോയിരുന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് കരയും. സോ ദിസ് സോർട്ട് ഓഫ് ഹെവി മൂഡ് സ്വിങ്സ്. നമുക്ക് തന്നെ നമ്മളോട് നമ്മൾ എന്തിങ്ങനെ മാറിപ്പോകുന്നു. ഏറ്റവും സങ്കടം ഒരു സ്ത്രീക്ക് മറ്റേ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ മിററിൽ നോക്കുമ്പോൾ അതുവരെ ഫേസിൽ ഒരു മാർക്കില്ല, ഒരിതില്ല, നല്ല ഇരുന്നത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കറുപ്പ് പെട്ടെന്ന് പടർന്നു വരുന്നു. സോ ഇതൊക്കെ ഒരു ലേഡിക്ക് നമുക്ക് തോന്നുന്നു ഇത് ഹൗ സില്ലി. ഇഫ് യു ടെൽ ദ മെൻ എന്ത് സില്ലിയാണ് ഇവർ അതൊക്കെ, ഈ ഒരു മുഖത്തൊരു മാർക്ക്, നിൻ്റെ മാർക്കൊന്നും ആർക്കും കാണുന്നില്ല. ദിസ് ഇസ് എവറി മാൻ സീസ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദറ്റ് അല്ലേ. ഫോർ എ ലേഡി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പെട്ടെന്ന് മുഖത്തിന്, അത് മുഖത്തിൽ, ബാക്കി എവിടെയാണെങ്കിലും ഒരു ലേഡി സഹിക്കും. ചിലപ്പോൾ വയറിനകത്തുള്ള ബ്ലീഡിങ് അവർ സഹിക്കും. പക്ഷേ ഈ മുഖത്തിലുള്ള മാർക്ക് ഇറ്റ്സ് റിയലി ആസ് എ ലേഡി ഐ ക്യാൻ ഓൾസോ ഫീൽ ഹൗ ബാഡ് ഇറ്റ് ഫീൽസ്. പെട്ടെന്ന് ഒരു ദിവസം പിഗ്മെന്റേഷൻ വന്നു. സോ പ്രീ മെനോപോസൽ ഇസ് എ ബിറ്റ് ഡിഫിക്കൽട്ട്, ബട്ട് ദർ ഈസ് ന്യൂട്രീഷണൽ ട്രീറ്റ്മെന്റ് വേർ യു ക്യാൻ സ്ലോലി ടേക്ക് ഇറ്റ് അവേ. ഇത് തുടങ്ങുമ്പോഴേ ഇപ്പോൾ വാട്ട് ഷീ സെഡ് ഇസ് ലൈക്ക് പ്രീ മെനോപോസൽ നിൽക്കുകയാണ്, ഇപ്പോഴേ നമുക്ക് ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ബ്ലാക്കനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്കിൻ ലൈറ്റനിങ് ഉണ്ട്, അതിൽ ഈ പിഗ്മെന്റേഷൻ മാറും. These things are very very less costly when we are dealing it. With menopause nu vendi deal cheyumbol we have subsidy and we are doing it in a very maybe 1000 rupees nakke you have ee 12000 nakke vikkunna marun as you said is now we are giving for 1200 and it is skin lightening effect is very good. Quality product we get with subsidy. So we are happy that അത് എല്ലാവർക്കും യൂസ് ചെയ്യാം. മെനപ്പോസിന് യൂസ് ചെയ്യാം, PCODക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ whoever wants to look beautiful can use it. പിഗ്മെന്റേഷൻ ഇപ്പോൾ വെച്ചുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ലല്ലോ. വി ക്യാൻ ഓഫ് കോഴ്സ് ടേക്ക് ഇറ്റ് ഓഫ്. ഉണ്ട് അത് മാറ്റാം, പ്രോട്ടീൻ വെച്ച് മാറ്റാം, വൈറ്റമിൻ വെച്ച് മാറ്റാം എന്നുള്ളത് നമുക്കറിയാം. ആളുകളുടെ വിചാരം എന്തോ മരുന്നാണെന്നാണ്. നോട്ട് അറ്റ് ഓൾ. ഇറ്റ് ഇസ്, യു ഓൾസോ ആസ്ക് മീ വൺ, ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ആക്ച്വലി. ബോഡിയിൽ മെലനിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ട്, പിഗ്മെന്റേഷൻ അത് ഈ മെനോപോസ് ടൈമിൽ കൂടുതലാവും. അങ്ങനെയാണ് ഇത് പിഗ്മെന്റേഷൻ. അപ്പൊ നമ്മൾ ഈ വെയിലുള്ള ദേശത്തുള്ളവർക്ക് മെലനിൻ ഇസ് മോർ, ദി അതർ വൺ ഇസ് ലെസ്, ദി അതർ പ്രോട്ടീൻ. സോ അതിപ്പോ വൈറ്റ്സിന് അത് കൂടുതലുണ്ട്, മെലനിൻ കുറവ്. സോ ദിസ് ഇസ് ദ ഓൺലി ബാലൻസ്. സോ നമ്മൾ ഇപ്പൊ ഈ പ്രോട്ടീൻ കൊടുക്കുമ്പോൾ ഇത് കൂടുതലിരിക്കും, മെലനിൻ കുറയും. സോ അങ്ങനെയാണ് പിഗ്മെന്റേഷൻ വരുന്നത്. ദാറ്റ് ഇസ് ഹൗ ഐ ട്രീറ്റ് ദ കോസ്മെറ്റിക് സൈഡ് ഓഫ് മെനോപോസ്. ഓക്കെ രശ്മി, എനിവേസ് താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ നമുക്കിനി ഒരു അടുത്ത ഒരു കോളിൽ പറയുമ്പോൾ ഐ എം ടെല്ലിംഗ് സം ന്യൂസ് ഫോർ എവരിബഡി. ദാറ്റ്സ് വൈ ദിസ് കോൾ ഗോസ് ദിസ് ലോങ്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് കോൾ. ഡോക്ടർ ഹലോ. ഹലോ നമസ്കാരം, വെൽക്കം ടു ഫീൽ ദ മൊമെന്റ്സ്. ഇതാരാണ്? ഞാൻ പറവൂരിൽ നിന്ന് സീന എന്ന് പറയും. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. സീന എന്ന് പറയും. സീന പറഞ്ഞോളൂ. സീന. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എനിക്ക് 49 years ആയി. 2011 എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ
ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു 35 ഇയേഴ്സില്. അപ്പൊ സ്കാൻ ചെയ്തപ്പോഴ് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 4 സെന്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അന്ന് ഞാൻ അവിടെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം 2 ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവര് യൂട്രസ് എടുത്ത് കളയണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ വേറൊരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ ജോർജി ജോയ് എന്ന് പറഞ്ഞ ഡോക്ടറെ ഞാൻ കണ്ടു. സാറിന്റെ അടുത്ത് പറഞ്ഞ് യൂട്രസ് എടുത്ത് കളയണ്ട. ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് മുമ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പൊ യൂട്രസ് എടുത്ത് കളയണ്ട, മെറീന എന്ന് പറഞ്ഞ ഒരു ഇത് ഇടാം, മെറീൻ ഇട്ട് കഴിഞ്ഞാല് ഇനി ഫൈബ്രോയിഡ് വലുതാവാതെ നോക്കിക്കോളും. യഥാർത്ഥ പേര് മിറേന എന്നാണ്. മിറേന. ഓക്കെ. കോപ്പർ ടീ പോലെ ഇടുന്ന ഒരു സാധനം ഇടാന്ന് പറഞ്ഞു. അതല്ലേ മിറേന? മെറീന അല്ല, മിറേന എന്നാണ് അതിന്റെ പേര്. ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. അത് കാര്യം മനസ്സിലായി. ആ കോപ്പർ ടീ പോലെ അകത്തിടേണ്ട സാർ. ഓക്കെ, അതിടാന്ന് പറഞ്ഞു. ഞാൻ ഒരു 5 വർഷത്തോളം മെറീൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2017 ഞാൻ അത് ഊരി. ഇപ്പൊ ഞാൻ മെറീനൊന്നും ഇട്ടിട്ടില്ല. അല്ല, അത് ഇട്ടിരുന്നപ്പോ ഗുണം ഉണ്ടായിരുന്നോ? അത് ഇട്ടിരുന്നപ്പോ ഈ ബ്ലീഡിങ്ങിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? മെറീൻ ഇട്ടപ്പോ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല, സ്പോട്ടിങ് മാത്രമേ ഉണ്ടായുള്ളൂ. ഒട്ടും ഇല്ലായിരുന്നു? അതോ ഇൻ ബിറ്റ്വീൻ ചെറിയ സ്പോട്ടിങ് ഉണ്ടായിരുന്നു? അതാണ് മെയിൻ പ്രോബ്ലം വിത്ത് മെറീന. ഞാനൊന്നും അത് യൂസ് ചെയ്യാത്ത കാരണം ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം. എന്നും സ്പോട്ടിങ് വരുന്ന ഒരു ലേഡി എന്നും ആലോചിച്ച് നോക്ക് ഫോർ യുവർ സെൽഫ്. നിങ്ങളത് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. മെറീന ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി സ്പോട്ടിങ് എന്ന് വരും പറഞ്ഞൂടെ? എപ്പോഴും പാഡും കൊണ്ട് നടക്കണോ വേണ്ടേ? അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ലേ? ഈ സ്പോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഡോണ്ട് യു ഫീൽ അതൊരു ഒരു അസ്വസ്ഥതയായിട്ട് തോന്നിയിട്ടില്ലേ? എപ്പോൾ സ്പോട്ട് വരും അറിയില്ല. എനിക്ക് മെറീൻ ഇട്ട ആദ്യത്തെ ഒരു 6 മാസം മാഡം പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പോട്ടിങ്. അല്ല, അത് ഒരു അസ്വസ്ഥതയായിട്ട് തോന്നിയില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പോട്ടിങ് വന്നോണ്ടിരിക്കുന്നത്? തോന്നിയിരുന്നു. അതാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പക്കാവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ട്രീറ്റ്മെന്റ് രീതി. പക്ഷെ ഞാൻ അത് ഇടയ്ക്ക് ഞങ്ങൾ ഡോക്ടർ വന്ന് സ്പെക്കുലം വെച്ച് നോക്കിയിട്ട് മെറീനായ പൊസിഷനിൽ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ എല്ലാ മാസവും ആ പീരീഡിന്റെ ഡേറ്റ് ആവുമ്പോ ചെറുതായിട്ട് ഒരു കറ പോലെ കഴിയുമ്പോ അതേപോലെ നിന്ന് പോകും. ഓക്കെ, മിറേന എടുത്ത് മാറ്റി. ഇപ്പോ മാറ്റിയല്ലോ. ആർ യു ഹിയറിംഗ് മീ? മിറേന എടുത്ത് മാറ്റിയോ? ഇല്ല, യൂട്രസ് എടുത്തിട്ടില്ല. യൂട്രസ് അല്ല, അകത്തിരുന്ന കോപ്പർ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? മെറീന 2017 മാറ്റി. അത് കഴിഞ്ഞിപ്പോ എന്താ അവസ്ഥ? ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പീരീഡ് ആവുന്നുണ്ട്, പക്ഷെ ബ്ലീഡിങ് ഇത്തിരി കൂടുതലാണ്. കഴിഞ്ഞ മാസം ഞാൻ സ്കാൻ ചെയ്തപ്പോഴ് 6 സെന്റിമീറ്റർ ആയിട്ടുണ്ട് ഫൈബ്രോയിഡ്. അപ്പൊ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് പോകുന്ന സമയം വരെയും പോകട്ടെ, അതല്ലാതെ ഇങ്ങനെ യൂട്രസ് എടുത്ത് കളയണ്ടെന്ന് തന്നെയാണ് സാറ് പറയണത് ഇപ്പോഴും. വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് എടുത്ത് മാറ്റി. പിന്നെ ഈ കളയണ്ട എന്നുള്ള വാക്ക് തെറ്റാണ് കേട്ടോ. കളയുക, യൂട്രസ് കളയാനുള്ള ഒരു സാധനമല്ല. ഒരു സ്ത്രീയുടെ ഏറ്റവും എടുത്ത് മാറ്റുക എന്ന് പറയാൻ ശ്രമിക്കുക. ഈ ഡോക്ടേഴ്സ് പറയുന്ന ഒരു വാക്കാണ് എടുത്ത് കളയുക. നോ, ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്പോസിബിൾ തിങ്. ഒരു ഡസ്റ്റ്ബിന്നിൽ കളയാനുള്ളൊരു സാധനം അല്ല അത്. അത് ഒരു സ്ത്രീക്ക് അതില്ലാതെ ജനിക്കുന്ന സ്ത്രീകളുടെ സ്ഥിതി എന്തായിരിക്കും? അതൊരു സ്ത്രീക്ക് ഏറ്റവും ഒരു സ്ത്രീയെ സ്ത്രീ ആക്കുന്നത് ഗർഭപാത്രമാണ്. ശരിയല്ലേ? ഐ തിങ്ക് യു കെപ്റ്റ് യുവർ ടി വി ഹൈ അല്ലേ? ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ക്ലിയർ ആകുന്നില്ല ഓഡിയോ. ടി വി വോള്യൂമാണ് നമുക്ക് കേൾക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് യൂസ് ദ വേർഡ്. എല്ലാ ലേഡീസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, ഈവൻ ഇഫ് ഡോക്ടേഴ്സ് യൂസ് ദ വേർഡ്, യു പ്ലീസ് ഡോണ്ട്. നമ്മുടെ അകത്തിരിക്കുന്ന സ്ത്രീത്വത്തിന് ഡിഫൈൻ ചെയ്യണം. അതില്ലാതെ ജനിക്കുന്ന കുട്ടികളുടെ സ്ഥിതി അറിയാമോ? ഹൗ ബാഡ് ഇറ്റ് ഈസ്. സോ ദാറ്റ് ഓൾസോ ഐ ഹവ് സീൻ. അങ്ങനെ ഉണ്ട്, ഓഫ് കോഴ്സ് ദർ ഈസ്. ആ ഒരു ബർത്തിലേ വന്നിട്ട് യൂട്രസ് ഇല്ലാത്ത ഒരു ഇതുണ്ട്. Mullerian agenesis എന്ന് പറയും. ദാറ്റ്സ് ഓൾ ടു ഫാർ ഫെച്ച്ഡ് ഗൈനക്കോളജി, അഡ്വാൻസ്ഡ് ഗൈനക്കോളജി. റെയർ ഓൺലി, ബട്ട് സ്റ്റിൽ അതില്ലാതെ ഇരിക്കും. ഓവറി ഉണ്ടാവും. ഓവറി വേറെ ഇതിൽ നിന്നാണ് വരുന്നത്. സോ അപ്പോൾ അത് ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുടെയൊക്കെ അവസ്ഥ, ഹൗ ദേ ഗെറ്റ് മാരീഡ്, ഹൗ വിൽ അറിയാമോ? ഹൗ പാരൻസ് അങ്ങനെയുള്ളവരും വരാറുണ്ട്. ബിക്കോസ് അഡ്വാൻസ്ഡ് ഗൈനക്കോളജി എന്ന് പറയുന്നത് ഗൈനക്കോളജിയുടെ മുകളിലോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ കോംപ്ലിക്കേഷൻസിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു നോർമൽ ലൈഫ് കൊടുക്കാൻ പറ്റും, ലൈക്ക് സെക്ഷുവൽ ലൈഫ് അറ്റ്ലീസ്റ്റ്. സോ ഇതൊക്കെയാണ് വി
ആർ ഗോയിങ് ടു യൂട്രസ് ഇല്ലാത്തവർക്ക്. അപ്പോൾ ഉള്ളവരുടേത് ഈ 35-ലും 45-ലും 42-ലും ഒക്കെ എടുത്ത് മാറ്റുമ്പോൾ 40 എന്ന് പറയണത് ലേഡി സ്റ്റാർട്ട്സ് ലിവിങ് ആഫ്റ്റർ 40. അപ്പോൾ എടുത്ത് കളയി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ വന്നതിന് ശേഷം ഐ എം ഓൾവേസ് ഹിയറിംഗ് ദ വേർഡ് എടുത്ത് കളയി. വാട്ട് ഡസ് ദാറ്റ് മീൻ ഇൻ ഇംഗ്ലീഷ്? You throw your uterus away. Don't we exact translation endana? You can throw your uterus. You don't have to throw your uterus away. Is adanalle Hindi il parayanengil fake do apna garbhapatra se illa fake ennu parayavaru. Fake do means eduthu eriyananu parayana. So that is what they saying. Is it that bad an organ? It is such a divine organ. ഒരു ലേഡിയിൽ മാത്രം ദൈവം വെച്ചിരിക്കുകയാണ്. ഐ എം നോട്ട് ഇമോഷണൽ അബൌട്ട് ഇറ്റ്, ഐ എം വെരി സയൻറ്റിഫിക് അബൌട്ട് ഇറ്റ്, ബിക്കോസ് അതൊരു ബാലൻസ് ആണ്. ഓഫ് കോഴ്സ് ഐ എം ഇമോഷണൽ അബൌട്ട് ഇറ്റ് ഓൾസോ. ഇവിടെ ഉപയോഗിക്കണ ഈ കളയെന്നുള്ള വേർഡ് ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ഇറ്റ്. എടുത്ത് മാറ്റും. ഗോൾ ബ്ലാഡർ എടുത്ത് കളയുന്നല്ല പറഞ്ഞത്, ഗോൾ ബ്ലാഡർ എടുത്ത് മാറ്റുന്ന പറഞ്ഞത്. വൈ ഗർഭപാത്രം മാത്രം എടുത്ത് കളയ്? ഇറ്റ് ഈസ് നോട്ട് ഫൺ. ഇറ്റ് ഈസ് ഒരു ലേഡിക്ക് അത് ഏറ്റവും ഒരു ലേഡി, ഇതൊരു പെൺകുട്ടി, അത് വലുതായി, അതിനൊരു പീരീഡ് വന്നില്ലെങ്കിൽ ഒരു അമ്മയുടെ എത്ര പ്രശ്നമാണെന്നറിയാം അമ്മയ്ക്ക് അച്ഛനും. ബിക്കോസ് ആ പീരീഡ് നേരെ വന്നാലേ നാളെ അതിനൊരു അമ്മയാവാൻ പറ്റുള്ളൂ, അതിനൊരു നോർമൽ ഫീമെയിൽ ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ഓർഗൻ 40 വയസ്സാകുമ്പോൾ അതെങ്ങനെ യൂസ്ലെസ് ആയിട്ട് മാറുന്നത്? 2 കുട്ടികളെ ജനിപ്പിക്കാനോ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡിസ്പോസിബിളായിട്ട് അകത്ത് ദൈവം വെച്ച് തന്നിരിക്കുന്ന ഓർഗനാണ്. നോട്ട് അറ്റ് ഓൾ. അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സോ മച്ച് ഓഫ് ഹോർമോൺ സ്ത്രീ. അതുകൊണ്ടാണ് ഐ ആം വർക്കിംഗ് വിത്ത് WHO ഫോർ ദിസ് സേവ് വുമൻ ഓർഗൻസ് എന്ന് വെച്ചാൽ യൂട്രസിനോടൊപ്പം ഓവറിയും ട്യൂബും എല്ലാം അങ്ങ് എടുത്തു മാറ്റാണ്, സെർവിക്സ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ. സോ ഇത് മുഴുവൻ പോവാണ്, ഫൈനലി വെജൈന മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സെക്ഷുവൽ ലൈഫ് പോലും പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുകയാണ് ഇത് എടുത്തു മാറ്റുമ്പോൾ. ഈ 2 കാരണത്തിന്. ഇപ്പം നമ്മുടെ കോളർ പറഞ്ഞത് അവർക്ക് മിക്കവാറും അവരുടെ പ്രശ്നം ഫൈബ്രോയിഡിനോടൊപ്പം അഡിനോമയോസിസും കാണും. ദാറ്റ്സ് വൈ ഷീ ഹാഡ് ബ്ലീഡിങ്. 3 സെന്റിമീറ്റർ ഉണ്ടപ്പോഴും ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ആൻഡ് ഇപ്പം 6 സെന്റിമീറ്റർ ആയപ്പോഴും ബ്ലീഡിങ് ഉണ്ട്. സോ ആദ്യം അഡിനോമയോസിസ്, അതാ പറഞ്ഞ ഈ 2 കണ്ടീഷനും. അഡിനോമയോസിസ് എന്താണ്? അഡിനോമയോസിസ്. അപ്പോൾ ബ്ലഡ് വന്നിട്ട് മസിൽ, യൂട്രസ് മുഴുവൻ ഒരു മസിലാണല്ലോ. സോ അപ്പോൾ ആ മസിലിന് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അകത്തുള്ളത് പിടികിട്ടിക്കാണ്. ഒരു യൂട്രസ് നടുക്ക് 2 നൂല് പോലത്തെ ട്യൂബ്, അതുവഴിയാണ് അതിൻ്റെ ആ വെടിയിൽ കൈ പോലത്തെ സാധനം. അത് എന്തിനാണ് കൈ എന്ന് വെച്ചാൽ ഈ ഓരോരോ എഗ്സ് ഉണ്ടാവുന്ന 2 ഓവറിൽ നിന്നും എഗ്സ് ഉണ്ടാകുമ്പോൾ അതിനെ ഇങ്ങനെ കൈ പോലെ പിടിച്ചെടുത്ത് അത് അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് ട്യൂബിൽ നിൽക്കും. വൈ ട്യൂബ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്, ഫെലോപ്പിയൻ ട്യൂബ്. ആ ട്യൂബിനകത്ത് നിൽക്കും. അപ്പോൾ ഒരു സെക്ഷൽ കോൺടാക്ട് നടക്കുമ്പം ഈ സ്പേംസ് ഒരു മില്യൺസ് എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് സ്പേംസ് വിൽ സ്വിം ത്രൂ മറ്റേ സെമനിൽ നിന്ന്. അതങ്ങനെ നീന്താനുള്ള വാലും അതിനുണ്ട്, അതിന് തലയും ഉണ്ട് ബീജത്തിന്, സ്പേമിന്. സോ അതിങ്ങനെ നീന്തി ഇത് ഒരു 1 ലക്ഷം, 10 ലക്ഷം, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ അതേപോലെ ഒരു 100 ലക്ഷം എണ്ണം വിൽ കം നിയർ ദറ്റ് എഗ്. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ അടുത്ത് ഇത്രയും സ്പേംസ് വരും. നല്ല ക്വാളിറ്റി ഉള്ള സ്പേംസ്, നല്ല കൗണ്ടുള്ള ഒരു മെയിലാണെങ്കിൽ അവർക്ക് ഇത്രയും സ്പേംസ് ഉണ്ടാവും. സോ ഈ ഇരിക്കുന്ന ഒരു എഗ്ഗിൻ്റെ അടുത്ത് അത് റെഡി ആയിരിക്കണം. ഇത് വന്ന ഉടനെ ഓരോ പീരിയഡ് സമയത്തും ഈ പരിപാടി നടക്കുകയാണ്. 14 ഹോർമോൺസ് ഇൻവോൾവ് ആണ്. ഈ ഓരോ പീരിയഡും ഇപ്പോൾ കുഞ്ഞുണ്ടാവും എന്ന് യൂട്രസ് തിങ്സ് ബൈ ഇറ്റ് സെൽഫ്, ഓവറി തിങ്സ് ബൈ ഇറ്റ് സെൽഫ്. സോ അതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രവർത്തനം അറിയാം. സോ ട്യൂബ് വിൽ ബി റെഡി മറ്റേ വിത്ത് ദ എഗ്. സോ ദിസ് വൺ സ്വിംസ് ആൻഡ് കം. അപ്പോൾ ഒരു 10,000 പേര് ഒരുമിച്ച് വന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും പോലെയാണിത്. സോ ഇത് സ്വയംവരം പോലെയാണ്. ആൻഡ് ദ ബെസ്റ്റ് വിൽ വിൻ. ആ ബെസ്റ്റ് സ്പേം വിൽ പിയേഴ്സ് ത്രൂ ദി എഗ് ആൻഡ് വിൽ ഗെറ്റ് ഇൻ ടു വൺ. ദേ വിൽ ബിക്കം വൺ. ഒരു കുഞ്ഞുണ്ടായി ഇവിടെ. സോ ദ എംബ്രിയോ ഈസ് ഫോംഡ്. അതാണ് what do you say, ഭ്രൂണം or in a Malayalam I think. Okay, that is made. So അപ്പോൾ ആ എംബ്രിയോ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഓരോ അംശം അതിനകത്ത് ചേർന്നു. ഓക്കെ, എ സ്പേം ആൻഡ് എൻ എഗ്. അത് എങ്ങനെ? സ്പേം, ദ ബെസ്റ്റ് സ്പേം വിൽ പിയേഴ്സ് ത്രൂ. ലെറ്റ് ദ ബെസ്റ്റ് മാൻ വിൻ എന്ന് പറഞ്ഞ പോലെ ദ ബെസ്റ്റ് വൺ, ഈ 10 ലക്ഷത്തിൽ 1 ബെസ്റ്റ് വൺ വിൽ ബി ദർ. ഇവരെല്ലാവരും കൂടി എഗ്സിന് വേണ്ടി ട്രൈ ചെയ്യെങ്കിലും ബട്ട് ഓൺലി 1 പേഴ്സൺ ക്യാൻ പിയേഴ്സ് ത്രൂ ദാറ്റ്. ഒരു സ്പേം മാത്രം പിയേഴ്സ് ചെയ്തകത്ത് പോവും. അത് ഈ ട്യൂബ് വെച്ചാണ് ആ കുട്ടി ഉണ്ടാവുന്നത്.
എന്നിട്ട് ഈ ട്യൂബിന് ഒരു നല്ല കഴിവുണ്ട്, അതിനിങ്ങനെ കൈ ചെറിയ കൈ പോലത്തെ ഹെയർസ് ഉണ്ട്, അത് ഈ കൈ കൊണ്ട് പതുക്കെ തട്ടി 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 അതിനെ യൂട്രസിനകത്താക്കും. അതിങ്ങനെ അനങ്ങി അനങ്ങി ആ കൈ കൊണ്ട് തട്ടി തട്ടി. സോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു സീ ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിനോമിന. അകത്തിരിക്കുന്ന ആ കുട്ടിയായി മാറിയ എഗ്ഗിന്, എഗ് പ്ലസ് അതിന് എംബ്രിയോ എന്ന് പറയാം, അതിന് ഈ ഹെയർസ് ഇങ്ങനെ തട്ടി തട്ടി അതിനെ പതുക്കെ യൂട്രസിൻ്റെ അകത്ത് കൊണ്ടിടും, ഇങ്ങനെ അനങ്ങുകയും ചെയ്യും അത്. സോ ദിസ് ഈസ് വൈ ട്യൂബ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ ട്യൂബ് ഡാമേജ് ആയവർക്ക് മാത്രം മതി IVF എന്ന് പറയുന്നത്. ബിക്കോസ് ആ IVF-ൽ ഈ ട്യൂബിൻ്റെ ജോലി വെളിയിൽ ചെയ്തിട്ട് യൂട്രസിനകത്ത് എടുത്ത് ആ കുട്ടി ഇടുന്നു. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? 100% പേർക്കും IVF ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് അനദർ ബിസിനസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ. ഐ ഹാവ് നത്തിങ് ടു സേ അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ ആളുകൾ കുട്ടിയൊക്കെ വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെ വീട് വരെ വിറ്റ് IVF 10 പ്രാവശ്യം ചെയ്തവരുണ്ട്. സോ എവറി ടൈം സ്പെൻഡിങ് 4 or 5 lakhs is not a big game. Because ഓരോ മനുഷ്യൻ്റെയും of course സാമ്പത്തിക സ്ഥിതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുവർ ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കുഞ്ഞിന് വേണ്ടി ഇന്ന് വീടൊക്കെ വിറ്റവരെ എനിക്കറിയാം, വിച്ച് ഇസ് നോട്ട് ഈവൻ നീഡഡ്. ആ ലേഡിക്ക് ഒരു PCOD ഉണ്ടായിരുന്നു. 40ാമത്തെ വയസ്സിൽ ഷീ കെയിം ടു മീ. നോർമൽ ട്രീറ്റ്മെൻറ്റിൽ ഷീ ഗോട്ട് കൺസീവ്ഡ് അറ്റ് 40 years. 10-12 വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു അവരൊരു 4-5 IVF ചെയ്ത്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വീട് വിറ്റു അവരുടെ. സോ എങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ദാറ്റ്സ് അനദർ ബിസിനസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ. ജസ്റ്റ് ലൈക്ക് ടേക്കിംഗ് യൂട്രസ് അവേ. യൂട്രസ് എടുത്ത് മാറ്റും പോലെ വേറൊരു റാക്കറ്റാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ IVF. സോ ആക്ച്വലി ഇത് ഡാമേജ് ആയാൽ മാത്രം മതി IVF എന്നൊരു ടോപ്പിക്ക്. പിന്നെ അല്ലെങ്കിൽ അതിൽ വലിയ ബ്ലോക്ക് ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ IVF. അത് വരുമ്പോൾ നമുക്ക് പറയാം. ബട്ട് ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ ഈ രണ്ടും നടക്കുന്നില്ല. അതായത് എഗ്സ് എപ്പോഴുമേ പീരിയഡ് സമയത്തിന് മുമ്പേ വന്ന് നിപ്പുണ്ട് അവിടെ. അപ്പോൾ സെക്ഷൽ കോണ്ടാക്ട് ഇല്ല. സോ നാച്ചുറലി സെക്ഷൽ. അപ്പോൾ ആ സമയത്ത് യൂട്രസ് ഓരോ പ്രാവശ്യവും അകത്തൊരു പാട ഇങ്ങനെ വളർന്ന് വളർന്ന് റെഡി ആവുകയാണ്. കുട്ടി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് റെഡി ആവാനായിട്ട്. 6ാമത്തെ ദിവസം ആകുമ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന് അകത്തിടും ട്യൂബ്. നമ്മൾ ഇതിന്റെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു, സിംറ്റംസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദ ട്രീറ്റ്മെന്റ്സ്, സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ മെത്തേഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏതിനൊക്കെ റിമൂവ് ചെയ്യണമെന്ന് അറിയണമല്ലോ. ഫസ്റ്റ് ഈ ഫൈബ്രോയിഡ്, ഒരു യൂട്രസിനകത്ത് വരുന്ന 2 വലിയ ഡിസീസ്. വലുതല്ല, സിമ്പിൾ ഡിസീസ്. ഇവിടെ വലുതാക്കുകയാണ് സോ ദാറ്റ് ആളുകൾ പേടിച്ചിട്ട് യൂട്രസ് മാറ്റണം. ആൻഡ് ദ ഹോസ്പിറ്റൽസ് ഷുഡ് ഗെറ്റ് മണി. സോ 3-4 lakhs കുറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നോ. all the multi super adu idu ella specialty. Then you have that small hospitals, their income also idu. Ipo regular income nu parayunnathu 2 cesarean oru uterus maattunu. Cesarean at least I will accept with that because a baby യുടെ കൂടി ചിലപ്പോൾ വളരെ അത്യാവശ്യമായിരിക്കും. കാര്യം വെച്ചാൽ ബേബിയുടെ ജീവന്റെ പ്രശ്നമാണ്. സോ ഓക്കെ, കുഷി ഒരു ലേഡി അത് ചെയ്യും. ബിക്കോസ് അവരുടെ അതിൽ നിന്ന് കിട്ടുന്നത് എന്താ? ഷീസ് ഗെറ്റിംഗ് എ ബേബി കുഴപ്പമില്ലാതെ വന്നല്ലോ, ആ ഒരു സമാധാനം ഉണ്ടെങ്കിൽ. ഈ യൂട്രസ് ഈ 40 വയസ്സിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദാറ്റ് ഈസ് എടുത്ത് മാറ്റണ്ട എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉള്ളപ്പോൾ എന്തിനു മാറ്റണം? സോ വി ആർ ട്രൈയിങ് ടു make WHO along as a volunteer of WHO. I want to tell women that ee uterus lolla mola cancer avan sadhyadayilla. It is only 0.02%. ningal ആരെങ്കിലും അങ്ങനെ പേടിപ്പെടുത്തിയാൽ പേടിച്ചിട്ട് എടുത്ത് മാറ്റരുത്. 10 സെന്റിമീറ്റർ വരെ ഇറ്റ് ഈസ് ഓക്കെ, ട്രീറ്റ് ചെയ്യാൻ നമുക്ക്. ഓഫ് കോഴ്സ് അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു ഗുളികയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും അതിൽ എൻ്റെത് വന്നിട്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ട്രീറ്റ്മെൻറ്റ്, കോസ്റ്റ് കുറഞ്ഞുള്ള അഫോർഡബിൾ ട്രീറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു എനിക്ക് വന്നിട്ട് ഈ ചായക്കടയൊക്കെ നടത്തുന്ന ലേഡീസ് വരെ എൻ്റെ പേഷ്യൻസ് ആണ്. സോ ഐ സ്റ്റേ ഇൻ ഐ ഡു മൈ വർക്ക് ഇൻ എ വെരി സ്മോൾ ബിൽഡിംഗ് സോ ദറ്റ് പീപ്പിൾ ആർ നോട്ട് പേടിക്കാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് തിങ്ക് ദറ്റ് ഇറ്റ് ഇസ് എ മൾട്ടിയോ ഏതോ ഇത് പോയ ഉടനെ ഓപ്പറേഷനാണ് അല്ലെങ്കിൽ 25,000 രൂപയുടെ ഇത് ചെയ്യാൻ പോകുന്നു. ലൈക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു 5-star ഹോട്ടലുണ്ടോ നമ്മൾ പേടിക്കും, അയ്യോ ഇവിടുത്തെ കോഫി 200 രൂപയായിരിക്കുമല്ലോ. തൊട്ടടുത്ത് കോഫി ഇത് ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ പോയി ഒരു ചായ വാങ്ങിച്ചാൽ യു വിൽ ഗെറ്റ് ഓൺലി 20 rupees. സോ യു വിൽ ഹാവ് ടു പേ 100 times അല്ലേ? സോ സെയിം നമുക്ക് അതേ സൈക്കോളജി ഉണ്ടാവും വലിയൊരു കെട്ടിടത്തിന്. സോ ഐ ഡെലിബറേറ്റ്ലി ഐ എം സിറ്റിംഗ് ഇൻ എ സ്മോൾ, ഐ ടെൽ യു ഓൾ, ഇൻ എ സ്മോൾ ബിൽഡിംഗ്. അതുകൊണ്ട് ആളുകൾ കുറച്ച് കാണുന്നവരുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ എ തിങ് ടു മീ. വാട്ട് മൈ വർക്ക് ഇറ്റ് ഈസ് ഡെലിബറേറ്റ് ബിക്കോസ് ഐ വാണ്ടഡ് എ സ്മോളർ ബിൽഡിംഗ്. ഇറ്റ്സ് നോട്ട് ദറ്റ് I do have a bigger building with a 7-story which I am not working. I just want to dispose it of. That's all. So
Now I am working with WHO for the past 6 years because so that I want to do something for the women. So അപ്പോൾ ഈ ഓപ്പറേഷൻ നമ്മൾ പണ്ട് ഫസ്റ്റ് കീ ഹോൾ വന്നപ്പോൾ നമ്മൾ അത് തന്നെയായിരുന്നു ഫസ്റ്റ് ഇത് വെച്ചാൽ ഒരാളുടെ അത്രയും വേദന കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും കട്ട് ചെയ്യുമ്പോൾ ഉള്ള വേദന അറിയാമോ, ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക്. സിസേറിയൻ ചെയ്യുന്ന ലേഡീസിന് അറിയാം, പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവർക്കറിയാം, വയറ് കട്ട് ചെയ്തിട്ട് പിന്നെ എണീറ്റ് നടക്കുമ്പോൾ ഉള്ള പെയിൻ. ലേഡീസ് ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സോ ഒരു സ്ത്രീ ജന്മം ഭയങ്കര ഇറ്റ് ഈസ് വെരി വെരി എന്താ പറയുന്നത്, ദൈവത്തെ പോലെയാണ്. അതാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇത്രയും വേദന സഹിക്കുന്നു, പിന്നെയും മക്കള് കെയർ ചെയ്യുന്നു എല്ലാവരും. സോ ഇൻ ദറ്റ് കേസ് അത് താഴേന്നുണ്ടായാലും മുകളിൽ വേദനയാണ്. സോ ദാറ്റ് ഈസ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവരെ വെറുതെ വിടില്ല. ഒരു 2 സെൻറ്റിമീറ്റർ മുഴ കണ്ടു, ഒരു നെല്ലിക്കയുടെ എത്ര മുഴ കണ്ടു, അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ എത്ര മുഴ കണ്ടു, ഉടനെ ഇവരെ പിടിച്ച് യൂട്രസും കൂടി മാറ്റണം. യു നോ ഹൗ ഇറ്റ് ഫീൽസ്. അത് കീ ഹോളിൽ മാറ്റി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. മാറിയത് തന്നെയാണ്. സോ ഈ യൂട്രസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? മെനി ഓഫ് ദം ആസ്മി 2 കുട്ടികളുണ്ട്, പിന്നെ അതിന് എന്താ യൂസ്, എന്തുകൊണ്ടത് മാറ്റിക്കൂടാ? യൂട്രസ് മാത്രമാണ് മാറ്റുന്നത്, അതിൻ്റെ കൂടെ ഓവറി മാറ്റുന്നുണ്ട്. 40 വയസ്സിന് ശേഷം ആരോ ഓവറി വെച്ചിരിന്നാലും ദി അതർ പ്രോബ്ലം ഇസ് പിന്നെയും ഹോർമോൺസിൻ്റെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ സിസ്റ്റ് വരാനും ക്യാൻസർ വരാനുമുള്ള സാധനം പിന്നെയില്ലേ. അപ്പോൾ അതിലും വീണ്ടും വേറെ പ്രോബ്ലംസ് വരാമല്ലോ. സോ നാച്ചുറലി എല്ലാവരും ഒരു 40-42 വയസ്സ് കഴിഞ്ഞാൽ സേഫ്ലി ഇതെല്ലാം ഒരുമിച്ചെടുത്ത് മാറ്റും. സോ സ്ത്രീ അവയവങ്ങളെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വെളിയിൽ പോകും ഒരൊറ്റ ദിവസം കൊണ്ട്. അതാണ് ഓപ്പറേഷൻ. യൂട്രസ് റിമൂവ് ചെയ്യണ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യൂട്രസ് മാത്രമല്ല, അതിൻ്റെ കൂടെ 2 ട്യൂബ്സും 2 ഓവറിയും വെളിയിൽ പോകും. വിച്ച് ഇസ് ഒരു സ്ത്രീത്വത്തിൻ്റെ എല്ലാ ഹോർമോൺസും തന്നുകൊണ്ടിരുന്ന ഓവറി, അല്ലെങ്കിൽ അതിലേക്ക് വന്നുകൊണ്ടിരുന്ന യൂട്രസ് അത് മാത്രമല്ല ഒരു ബാലൻസ് ആണ്. ഇപ്പം ഈ യൂട്രസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഇളിക്കൂട് എന്ന് പറയുമല്ലോ, പെൽവിസിൻ്റെ സെൻട്രൽ പൊസിഷനാണ്. അതിന് ബാക്കിൽ മുഴുവനും കുടലാണ്, ഫ്രണ്ടിൽ വന്നിട്ട് യൂട്രസിൻ്റെ മുമ്പെയാണ് നമ്മുടെ ബ്ലാഡർ ഇരിക്കുന്നത്. സ്ത്രീകളുടെ യൂറിനറി ബ്ലാഡർ ഫ്രണ്ടിലായിരിക്കണം. ആക്ച്വലി ഈ യൂട്രസ് ആണ് ബ്ലാഡറിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ത്രീകളിൽ. 35-36 വയസ്സിലൊക്കെ യൂട്രസ് എടുത്തു മാറ്റിയ സ്ത്രീകൾ, സോ യങ്, അത്രയിൽ എടുത്തു മാറ്റിയവർക്ക് 38-39-40 വയസ്സിൽ ലേഡീസ് കം ടു മീ, ഈ മൂത്രസഞ്ചി പുറത്തോട്ട് വന്നു എന്ന് പറഞ്ഞു. ബ്ലാഡർ അതുവഴി എന്തെന്നറിയോ, ഈ സപ്പോർട്ട് പോയി. കാര്യം വെച്ചാൽ ഇത് കട്ട് ചെയ്ത് യൂട്രസിന് ഒരുപാട് സപ്പോർട്ട്സ് ഉണ്ട്. യൂട്രസിന് അത്ര ഇമ്പോർട്ടൻ്റ് ഓർഗൻ ആയിട്ടാണ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ഇൻസൈഡ്. സോ ഇത്രയും സപ്പോർട്ട് സിസ്റ്റത്തിന് നമ്മൾ ഐ ഹാവ് ഡൺ ദ ഓപ്പറേഷൻ ഫോർ ഇയേഴ്സ്. എനിക്ക് ആ സമയത്ത് നമുക്കും ഇല്ല, സയൻസ് ഇല്ല, യൂട്രസ് എടുത്ത് മാറ്റാതെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ലോകത്തുണ്ട്. ഇന്ത്യയിൽ വന്നിട്ട് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ പാസ്റ്റ് 6 years ബിക്കോസ് ഓൾ മൈ WHO കൊളീഗ്സ് ഐ നോ ഒരു 6 years ആയിട്ടാണ് ഗർഭപാത്രം എടുത്തു മാറ്റാത്ത ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതും നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? ഓൺലി വെൻ യു ടേക്ക് എ പ്രോപ്പർ അതിനുള്ള ട്രെയിനിങ് എടുക്കണം. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് റിസർച്ച് ബേസ്ഡ് ആയിരിക്കണം. നിങ്ങൾ തന്നെ അത് പലരിലും വോളണ്ടിയേഴ്സിൽ ചെയ്തു നോക്കി ആ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആവുന്നെങ്കിൽ, എൻ്റെ ഫസ്റ്റ് വോളണ്ടിയറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഹു ഹാഡ് 9 ഫൈബ്രോയിഡ്. ഷി വാസ് റെഡി ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ്. വെൻ ഐ സെഡ് ദാറ്റ് സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണ്, ഇത്രയും മുഴകളാണ്, ബട്ട് ബേസിക് എല്ലാം ഒരു 3-4 സെൻറ്റിമീറ്റർ സൈസാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ 12 മാസം 13 മാസം ഷി വാസ് റെഡി ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ്. ഷീ ഈസ് എ ലേഡി ഫ്രം സിംഗപ്പൂർ. ഐ റിയലി റിമെമ്പർ മൈ ഫസ്റ്റ് ഒരു 8 years ബാക്ക് ഷി വാസ് മൈ ഫസ്റ്റ് വോളണ്ടിയർ. സോ അവർ അത് ചെയ്ത് വിതിൻ luckily for us or by God given 13th month or 14th month she രണ്ടാമത്തെ we did an MRI at that time. MRI ചെയ്തപ്പോൾ ഒരു ഫൈബ്രോയിഡ് പോലും ഇല്ല. ആക്ച്വലി വി വർ പ്രിപ്പയർഡ് ലൈക്ക് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി വരെ ഞാനത് കരിച്ചു തരാം, ദെൻ ഓക്കെ കോട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ദറ്റ് ഫൈബ്രോയിഡ് ഇസ് ഗോൺ. പിന്നെ വളർന്നു വരുന്നത് വളരെ റെയറാണ്. സോ ദിസ് ഇസ് ഹൗ വി ഡെൽറ്റ് വിത്ത് ദ യൂട്രസ് ഫൈബ്രോയിഡ്. സോ അവർക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഐ വാസ് ഓൾസോ ബിക്കോസ് MRI കാൺ ബി റോങ്, അത്ര നല്ല ഒരു സ്കാനാണത്, ഇത് അൾട്ടിമേറ്റ്. അപ്പോൾ അതിൽ ഒരു ഫൈബ്രോയിഡ് പോലും പിന്നെ ഇല്ല. യു വോണ്ട് ബിലീവ് മീ, ഐ ഹാവ് ദ റെക്കോർഡ്സ് വിത്ത് മീ. സോ ഈ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് അവിടെ റിസർച്ച് പേപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യണം. സോ ദെൻ ഓൺലി ദി അലോ us ടു ഗിവ് ദ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തന്നെ പറഞ്ഞ് എടുത്തു മാറ്റിക്കോളൂ, നമ്മൾ പേടിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ വന്ന് മാറ്റിക്കോ എന്ന് പറയുന്നത് ഓവർ ബ്ലീഡിങ് ആൻഡ് ഓവർ ഇതിൽ ഉള്ളപ്പോൾ, ഓവറായിട്ടുള്ള പെയിൻ ഉള്ളപ്പോൾ. സോ ദാറ്റ് ഈസ് അഡിനോമയോസിസ്. നിങ്ങൾ നിശ്ചയമായിട്ട് വിചാരിച്ചോളൂ, നല്ല പെയിനും നല്ല ഇതും വരുന്നത് ഫൈബ്രോയിഡ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കില്ല. 10-15 സെൻറ്റിമീറ്റർ വളർന്നാലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്ന ഫൈബ്രോയിഡ് ഉണ്ട്. ഇപ്പം മുമ്പോട്ട് വളരുകയാണെങ്കിൽ ബ്ലാഡറിനെ തട്ടും,
അപ്പോഴത്തേക്ക് അത് വളരുന്ന രീതി അനുസരിച്ച് അത് മുഴയാണ്. അപ്പോൾ അത് യൂറിൻ പോണം തോന്നിക്കൊണ്ടിരിക്കും. ബാക്കിലോട്ട് വളരുകയാണെങ്കിൽ കുടൽ ഭാഗങ്ങളുണ്ട്, സോ എപ്പോഴും മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് വരും, ഇങ്ങനെ വരും. മുകളിലോട്ട് വളരുകയാണെങ്കിൽ ചിലപ്പോൾ അറിയില്ല, കുട്ടി വളരും പോലെ മുകളിലോട്ട് വളർന്നുകൊണ്ട് പോയി ശ്വാസം മുട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇത്രയും വളർന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ കുട്ടി വളരും പോലെ ഉള്ള ശ്വാസം മുട്ട്. സോ ഫൈബ്രോയിഡ് ആക്ച്വലി പ്രോബ്ലംസ് ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. പക്ഷെ അതർ ഡിസീസ് അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ അഡിനോ ബ്ലഡ് ഇൻ ടു ദ മസിൽ, മയോ. സോ ബ്ലഡ് വെസൽസ് ഇങ്ങനെ അകത്ത് പോയി യൂട്രസിന്റെ മസിലിനകത്ത് രക്തം കട്ടയായിട്ട് പിടിക്കുന്നതാണ് അഡിനോമയോസിസ്. സോ ഗർഭപാത്രം ചുരുങ്ങിയാണ് ആക്ച്വലി ഒவ்வொരു പീരിയഡിലും നമുക്ക് ബ്ലീഡിങ് നിർത്തുന്നത്. പക്ഷേ ഗർഭപാത്രത്തിന് ചുരുങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓവർ എന്താണെന്ന് വെച്ചാൽ ഈ അകത്ത് മുഴുവൻ കട്ട കിടക്കുകയാണ് അതിൻ്റെ മസിൽസിനകത്ത്. സോ മസിൽസിന് ഇങ്ങനെ ചുരുങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ബ്ലീഡിങ് നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അഡിനോമയോസിസിൽ ഉണ്ടാവുന്നത്. പിന്നെ അത് കൂടുതൽ ചുരുങ്ങി എങ്ങനെയെങ്കിലും ഈ ഓവർ ബ്ലീഡിങ് നിർത്താമെന്നത് വിചാരിക്കുമ്പോൾ നടക്കില്ല. കാരണം അത് ചുരുങ്ങാൻ ശ്രമിക്കും തോറും പെയിൻ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. സോ അഡിനോമയോസിസ് എന്നുള്ളതാണ് നിങ്ങളുടെ ഓവർ ബ്ലീഡിങ്ങും ഓവർ പെയിനും വരികയാണെങ്കിൽ കണ്ണടച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇറ്റ് ഈസ് അഡിനോമയോസിസ്. വേറെ ക്യാൻസറസ് ആയിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ഒരൊറ്റ സ്കാൻ കൊണ്ട് നമുക്കറിയാൻ പറ്റും നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് സ്കാൻ ഉള്ള ഒരു ഡോക്ടറാണ് ചെയ്യണമെങ്കിൽ. സോ അതിനാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അത് ഹോർമോൺ ബേസ്ഡ് ആണ്. സോ അതിന് ഫുഡിൽ കുറച്ച് ചേഞ്ചസ് ചെയ്യണം, കുറച്ച് ന്യൂട്രീഷൻ. നമുക്ക് 3 ടയറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ട്രീറ്റ്മെൻറ്റ് ഹാസ് നോ സൈഡ് ഇഫക്ട്സ് ബിക്കോസ് ഫസ്റ്റ് ലെവലിൽ ഇപ്പോൾ നിങ്ങളുടെ അനീമിയ അതൊക്കെ കറക്റ്റ് ചെയ്യും. ദറ്റ് ഈസ് ന്യൂട്രീഷൻ. മറ്റേ കാൽഷ്യം പോലത്തത് അത് ഇങ്ങനത്തെ കുറേ ന്യൂട്രീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ലേഡിക്ക് സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ശരീരത്തിനുള്ള ഒരു ശക്തി കിട്ടണം. സെക്കൻഡ് ടയർ ഇസ് അവരുടെ ഫുഡിൻ്റെ ചേഞ്ചസ് നമ്മൾ പറഞ്ഞു കൊടുക്കും, ലൈക്ക് ബ്രോയിലർ ചിക്കൻ അവോയ്ഡ് ചെയ്യുക, സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക, ദോസ് തിങ്സ്. തേർഡ് ടയർ ഇസ് ഈ ടാബ്ലറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചാണ്, മേ ബി 1 or 2 ആൻഡ് എൻ ഇഞ്ചക്ഷൻ വിൽ ബി ദർ വിച്ച് വിൽ ബി അറൌണ്ട് 800-900 rupees. ബസ് ദാറ്റ്സ് ഓൾ. സോ ഒരു 3,000-4,000 rupees യു ക്യാൻ ഫിനിഷ് ഓഫ് ദ ഹോൾ ട്രീറ്റ്മെൻറ്റ് ഫോർ എ മന്ത്. അതുപോലെ ചിലപ്പം നിങ്ങളുടെ മുഴയുടെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ഡിസീസിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് 8 മാസം പോവും, 10 മാസം പോവും, പിന്നെ മെനോപോസ് വരെ ഓരോ ഗുളിക കഴിക്കേണ്ടി വരുമായിരിക്കും. മേ ബി ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഐ അഷ്യൂർ യു there is treatment for fibroid and adenomyosis. പുതിയ കാര്യമാണ് അത്. അധികം സ്പ്രെഡ് ചെയ്ത് വരാൻ ഇനി ഒരു 5 വർഷം കൂടെ പിടിക്കും. സോ വി ആർ ഓൾ സ്റ്റാർട്ടഡ് ദാറ്റ് ഫോർ ദ പാസ്റ്റ് 5-6 years നടക്കുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരിക്കൽ മാനസികമായിട്ട് വേണ്ടാന്ന് വിചാരിച്ചാൽ പിന്നെ മെനോപോസ് ആവണവരെ വേണ്ടാന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അതേപോലെ വി വോണ്ട് ടു സേവ് യുവർ ഓർഗൻസ്. സോ ഐ എം ഓൾസോ വുമൻ. സോ അവർ #is സേവ് വുമൻ ഓർഗൻസ്. ഒരു പക്ഷേ അങ്ങനെ എടുത്ത് മാറ്റിപ്പോയാൽ സ്റ്റിൽ വി ഹാവ് നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ദാറ്റ് ഈസ് മെനോപോസൽ ട്രീറ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ എടുത്തു മാറ്റിയാൽ എല്ലാ ഫീമെയിൽ ഹോർമോൺസും പോയി. സോ മെനോപോസൽ ട്രീറ്റ്മെൻറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ന്യൂട്രീഷൻ and your cosmetic problems and mental problems, we will be treating you with goodwill tablets also. So all in one treatment. Even if your uterus is removed, don't feel bad. Idu kekkunavaru ayyo endu maatti poyallo. We have other levels of treatment. So please ladies, save your woman organs, which is uterus, ovary and eduthu maattendadalla. It's a big balance and it has got lot of hormones which is making സ്ത്രീയായിട്ട് മാറ്റുന്നത്. എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ചോദിച്ച പോലെ ഇവൾക്ക് ഗർഭപാത്രം എടുത്ത് മാറ്റിയാൽ പിന്നെ ഇവൾ ആണായി മാറും അല്ലേ ഡോക്ടർ ചോദിച്ചു. ഈ ഒരു സാധാരണ മനുഷ്യനാണ്. ഹി ഓൺലി നോസ് ടു ടോക്ക് ലൈക്ക് ദാറ്റ് ബട്ട് സി ഹി ടോൾഡ് എ ബിഗ് ട്രൂത്ത്. ദാറ്റ്സ് എ ട്രൂത്ത്. എടുത്ത് മാറ്റിയാൽ പിന്നെ ആണുങ്ങളുടെ ഹോർമോൺ കൂടുതൽ വരും. ആളുകൾക്ക് മീശയൊക്കെ ലേഡീസിന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മെനോപോസിൽ. സെയിം ആസ് ദാറ്റ്. വാട്ട് ഹി സെഡ് ഇസ് വെരി ക്രൂഡ് ബട്ട് ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ഒരു ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വല്ല ബട്ട് ഐ തിങ്ക് യെസ് ദാറ്റ്സ് ദ ട്രൂത്ത്. ഒരു ലേഡിയുടെ എല്ലാ സ്ത്രീത്വത്തിനും എടുത്ത് മാറ്റി കഴിയുമ്പം ദാറ്റ് ഈസ് വാട്ട് ഇസ് യു. സോ പ്ലീസ് ഡോണ്ട് റിമൂവ് യുവർ യൂട്രസ്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഐ എം ഓൾവേസ് ദെയർ ഫോർ യു ആസ് എ സെക്കൻഡ് ഒപ്പീനിയൻ person. Anytime please call me as a helpline. That is why I am here and the WHO ide oru I am a representative or I am a charitable associate of WHO. I am here to help you, not to loot your money. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യണം, യൂട്രസ് ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യണം. ദാറ്റ് ഇസ് മൈ ഓൺലി എയിം. അതിനാണ് എന്നെ ഇവിടെ വന്നിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഫോർ ദിസ്. സോ പ്ലീസ് സേവ് യുവർ ഓർഗൻസ് ആൻഡ് ഓൾ ദ ലേഡീസ് യൂസ് യുവർ പവർ. എവ്രി ലേഡി നിങ്ങളുടെ ശക്തിയാണ്, പവറാണ്. ഒരാൾ എടുത്തു മാറ്റാൻ പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീത്വത്തിന് മുഴുവനായിട്ട് എടുത്തു മാറ്റാൻ സമ്മതിക്കരുത്. ഐ ആം ദെയർ വിത്ത് യു എനി ടൈം ഓൺ മൈ ലാൻഡ് ലൈൻ. പ്ലീസ് കോൾ മീ. ഐ വിൽ ബി ഡൂയിങ് എ സെക്കൻഡ് ഒപ്പീനിയൻ ഫോർ യു ഡെഫിനറ്റ്ലി.
ഒരു രീതിയിലും എടുത്ത് മാറ്റാത്ത രീതിയിൽ വി ക്യാൻ മാനേജ് ഇറ്റ്. സോ ഇറ്റ്സ് എ ന്യൂ ട്രീറ്റ്മെൻറ്റ്, ആരും സമ്മതിക്കത്തില്ല. ബട്ട് പ്ലീസ് ദർ ഈസ് ട്രീറ്റ്മെൻറ്റ് വിതൗട്ട് സൈഡ് ഇഫക്ട്സ്. യൂട്രസ് എടുത്ത് മാറ്റാതിരിക്കുക. സോ താങ്ക് യു സോ മച്ച്. യൂസ് യുവർ പവർ, സേവ് വുമൻ ഓർഗൻസ്. By strongly supporting that hashtag save women organs. അപ്പം ഈ ഒരു ഹാഷ്ടാഗോട് കൂടി ആൻഡ് ഐ തിങ്ക് എവറിബഡി എൻജോയ് ടുഡേസ് എപ്പിസോഡ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മളൊരു കോണ്ടംപററി ഇഷ്യൂ ആണ് നമ്മൾ ഡീൽ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ്. പ്രേക്ഷകരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. ബൈ.